വെൽനസ് ഒരു ആർഭാടമായി കാണുന്ന ആൾക്കാരുണ്ട്. അല്ല, വെൽനസ് ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ എന്താണ് നാച്ചുറോപ്പതിയുടെ പവർ? നാച്ചുറോപ്പതി ഈസ് ബേസിക്കലി നമ്മൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്നുള്ളത്. നാച്ചുറോപ്പതിയിൽ പ്രത്യേകമായ മരുന്നുകളില്ല. ഇല്ല. ഈ കോവിഡിനോട് കാണിച്ച 10-1 മര്യാദ ലൈഫ് സ്റ്റൈൽ ഡിസീസിനോട് കാണിച്ചാൽ നിങ്ങൾ ഈ കാണുന്ന സോഷ്യൽ ഹെൽത്തിന്റെ 1000 ഇരട്ടി സോഷ്യൽ ഹെൽത്ത് ഇവിടെ ഉണ്ടാവും. വെൽനസ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് പല പരിപാടികളും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഫേക്ക് ആൾക്കാരും ഉണ്ട്. വ്യാജ അക്യുപഞ്ചറിസ്റ്റുകൾ എന്നുള്ളൊരു ഗ്രൂപ്പ് കാരണം അമ്മ മരിക്കുന്നു, കുഞ്ഞു മരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞിനൊന്നും ഒരിക്കലും അക്യുപഞ്ചറിൽ ചികിത്സയില്ല. PCOD ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. 100% ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. കൊച്ചിയിൽ പോയാൽ കാക്കനാടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ PCOD ഉള്ള പെൺകുട്ടികളെ കാണാൻ പറ്റുന്നത്. Do you believe in fasting? 100%. എങ്ങനെയാണ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് ബോധമില്ലാതെയാണ് നമ്മളിൽ 90% ആൾക്കാർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ഈ മതങ്ങളിൽ പോലും ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ. റിലീജിയസ് ഫാസ്റ്റിംഗ് എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇപ്പോൾ മുസ്ലിം മതത്തിലുണ്ട്, അവരൊരു മാസം അവർ കൃത്യമായിട്ട് ശരിക്കും അതൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയാണ്. കറക്റ്റ്, ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രാക്ടീസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു 150 രൂപയ്ക്ക് ബിരിയാണി കിട്ടുമ്പോഴത്തേക്കിനും 200 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ച് അല്ലെങ്കിൽ ഇച്ചിരി പുഴുങ്ങിയ സാധനം വാങ്ങിച്ച് കഴിക്കണോ എന്നുള്ള ചിന്താഗതി ആൾക്കാർക്ക് വരുമല്ലോ. കഴിക്കണോ വേണ്ടോ തീരുമാനിക്കുന്ന ആള് 2 ലക്ഷം രൂപ ആശുപത്രി കൊണ്ട് കൊടുക്കുന്നു. ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉപേക്ഷിക്കണം, രുചിയുള്ള എല്ലാ സാധനങ്ങളും ഇനി കഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഈ പശുവിന് കാടിവെള്ളം കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോഴും ഇതിനെ ആൾക്കാർ വെറുക്കുന്നത്. നമ്മളുടെയൊക്കെ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നമ്മളുടെ ഗട്ട് ഹെൽത്ത് വളരെ വീക്കാവുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റിനോട് അല്ലാത്ത പ്രേമമാണ്. വേണ്ടാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റണം. വൈറ്റ് ഷുഗർ നമുക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റ് പോയിസൺ ആണ്, എത്രയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൈറ്റ് ഷുഗർ എടുത്ത് മാറ്റുമ്പോൾ തന്നെ ഗട്ട് ഹെൽത്തിൽ ഏറ്റവും നല്ല ചേഞ്ചുകൾ കാണാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ഈ വൈറ്റ് ഷുഗർ. പണ്ട് നമ്മളുടെയൊക്കെ കൊച്ചിലെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബേബി ഫുഡ് എന്താണ്? കൂവപ്പൊടിയാണ്, അല്ലെങ്കിൽ ഏത്തക്കാപ്പൊടിയാണ്, അല്ലേ? ഇന്നത്തെ ബേബി ഫുഡ് ഇറ്റ് സെൽഫ് ഷുഗർ. നമ്മൾ അവിടെ തൊട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റായ ഒരു ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ട്രെൻഡാണ് ഈ ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്നുള്ളത്. സെലിബ്രിറ്റീസ് വരെ അത് ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണ്ടാത്തതായിരുന്നോ എന്നൊരു ചോദ്യമാണല്ലോ, അത് വലിയൊരു ചോദ്യമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും പിന്നീട് വരുമ്പോൾ വളരെ ദോഷമായിട്ട് ബാധിക്കും. നമസ്കാരം, ഷാൻവിൻ ഭക്തൻ പോഡ്കാസ്റ്റിൽ നമുക്ക് ധാരാളം ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ അഭിജിത്ത് കർമ്മ. ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കിനും നാച്ചുറോപ്പതി ഡോക്ടറാണ്, അല്ലേ? നാച്ചുറോപ്പതിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നാച്ചുറോപ്പതി എന്ന് പറയുമ്പോഴത്തേക്കിനും വളരെ വ്യത്യസ്തമായ ഒരു മേഖലയാണ്. അത് നമുക്ക് നാച്ചുറോപ്പതിനെ പറ്റിയൊക്കെ കുറേ അറിയണം, കുറേ കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. സോ അതിന് മുമ്പായിട്ട് നമുക്ക് വാട്ട് ഈസ് കർമ്മ? അഭിജിത്ത് കർമ്മ എന്ന് പറഞ്ഞൊരു പേര് തന്നെ വളരെ വ്യത്യസ്തമായൊരു പേരാണല്ലോ. എന്താണ് ആ പേര് അങ്ങനെ വരാൻ കാരണം? അഭിജിത്ത് കർമ്മ എന്നുള്ള പേര് ഞാൻ ആക്ച്വലി 2018 ഞാനൊരു പ്രോഗ്രാമിൽ, അമൃത TV ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികത്തിൻ്റെ ഭാഗമായിട്ടൊരു പേര് നമ്മൾ, ഇപ്പോൾ ഡോക്ടർ അഭിജിത്ത് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി കർമ്മ എന്നുള്ളത്. ഞാൻ കുറച്ച് ബുക്സൊക്കെ വായിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ കർമ്മം എന്നുള്ളത്, കർമ്മത്തെ വിശ്വസിക്കുന്ന ആളാണ് 100%. അതിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പേരിലൊരു വെറൈറ്റി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്ന് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ലെറ്റ്സ് മേക്ക് അഭിജിത്ത് കർമ്മ എന്നാണ്. കാരണം ഞാൻ കർമ്മത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പൂർവികർ എന്താണോ ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നമ്മൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെയാണ് ഡോക്ടർ വീട്? എൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയത്ത് ഐമനം എന്ന് പറഞ്ഞൊരു സ്ഥലം. ഐമനം നമ്മുടെ ഐമനം സിദ്ധാർത്ഥൻ്റെ വീടിനടുത്താണോ? ഐമനം സിദ്ധാർത്ഥൻ്റെ വീടിനടുത്താണ്. ആക്ച്വലി ഐമനത്ത് ഇപ്പോൾ വിജയരാഘവൻ ചേട്ടനും നമ്മുടെ ഗിന്നസ് പക്രവും എല്ലാ ഐമനംകാരാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഐമനം എന്ന് പറയുമ്പോൾ ഐമനം സിദ്ധാർത്ഥനാണ് ഒരു ക്യാരക്ടർ, ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ അത്രയും ഫേമസ് ആകുക, ഒരു സ്ഥലം ഫേമസ് ആക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കാര്യമാണ്. അല്ല, അതാണ് അപ്പം ഞാൻ പറഞ്ഞ ഇവരെല്ലാം ഉണ്ടെങ്കിലും ആ ഒരു 2.5 മണിക്കൂർ സിനിമയാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതാണ് സിനിമയുടെ ഒരു പവർ. അപ്പോൾ എന്താണ് നാച്ചുറോപ്പതിയുടെ പവർ? നാച്ചുറോപ്പതി എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ ഡിസീസിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സൊല്യൂഷനാണ് എപ്പോഴും നാച്ചുറോപ്പതി എന്നുള്ളത്. കാരണം നമുക്ക് 2020 കോവിഡ് വന്നു. 2020 കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാം കുറേ പ്രിക്കോഷൻസും പ്രിവെൻഷൻസും ഒക്കെ എടുത്തു, ഇല്ലേ? ഇപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടു, നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ചു, വാക്സിൻ എടുത്തു,
നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. സാമൂഹിക അകലം പാലിച്ചു, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്താണെന്ന് പഠിച്ചു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്തിട്ട് കോവിഡ് വരാതിരുന്നോ? ഇല്ല. അത് കാരണം അതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്, ഒരു പകർച്ചവ്യാധിയാണ് അല്ലേ. ഈ കോവിഡിന്റെ മരണനിരക്ക് എത്രയാണ്? കൂടുതലാണെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കണക്ക്, കോവിഡിന്റെ മരണനിരക്ക് ഇപ്പോഴത്തെ സ്റ്റഡീസും WHO ഒക്കെ പറയുന്നതനുസരിച്ച് 1.8 സംതിങ് ആണ്. അതായത് 1.8% കോവിഡിന്റെ മരണനിരക്ക്. പക്ഷേ 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 സെക്കൻഡിൽ ഒരാൾ ഡയബറ്റിക് വന്ന് ലോകത്തിൽ മരിക്കുന്നുണ്ട്. അതിൽ കൂടുതലാണ്. ഇൻ എവറി 8 seconds. അപ്പോൾ ഈ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക് നമ്മളൊരു എക്സാമ്പിളായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള രീതിയിൽ ഡയബറ്റിക്കിനെ എടുത്താൽ 100% നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നൊരു ഡിസീസാണ് ഡയബറ്റിക്. ഓക്കെ, നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മേ ബി നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അത് വരുമ്പോൾ നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. ഡയബറ്റിക്സ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനകത്ത് ടൈപ്പ് 1, ടൈപ്പ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ നമുക്ക് 90% ഡയബറ്റിക്കുകൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ കുറച്ച് ഡയബറ്റിക് നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റുന്നു. ഈ കോവിഡിനോട് കാണിച്ച 10-1 മര്യാദ ലൈഫ് സ്റ്റൈൽ ഡിസീസിനോട് കാണിച്ചാൽ നിങ്ങൾ ഈ കാണുന്ന സോഷ്യൽ ഹെൽത്തിൻ്റെ 1000 ഇരട്ടി സോഷ്യൽ ഹെൽത്ത് ഇവിടെ ഉണ്ടാവും. ഓരോ മനുഷ്യൻ്റെയും ഹെൽത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അത് എങ്ങനെ ചെയ്യാം? നാച്ചുറോപ്പതി ഈസ് ബേസിക്കലി നമ്മൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്നുള്ളത്. നാച്ചുറോപ്പതി ഒരു പ്രത്യേക മരുന്നിൻ്റെ പുറകെ പോകുന്ന ഒരു ശാസ്ത്രമല്ല. നാച്ചുറോപ്പതിയിൽ പ്രത്യേകമായ മരുന്നുകളില്ല. നാച്ചുറോപ്പതിയിൽ മരുന്നുകളില്ല. ഈ നാച്ചുറോപ്പതിയിലെ ഡോക്ടേഴ്സ് ആകെ ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. അതല്ലാതെ ആയുർവേദം പോലെ, മോഡേൺ മെഡിസിൻ പോലെ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി മെഡിസിൻ എന്നൊരു സംവിധാനം ഇല്ല. നാച്ചുറോപ്പതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുഡ് സപ്ലിമെന്റ്സ് കൊടുക്കുന്നു എന്നുള്ളതല്ല, അത് ഒരു മരുന്ന് നാച്ചുറോപ്പതിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഡ്രഗ്ലെസ് തെറാപ്പിയാണ് നാച്ചുറോപ്പതി എന്നുള്ളത്. ഡ്രഗ്ലെസ് തെറാപ്പിയാണ്. ഇറ്റ്സ് മോർ ഓഫ് എ ടീച്ചിങ് ബേസിക്കലി. അത് നമ്മൾ പഠിപ്പിക്കുകയാണ്. നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ. അതെ, ഇപ്പോൾ വെയിറ്റ് കുറയാൻ വേണ്ടി വരുന്ന ഒരാളുണ്ട്. വെയിറ്റ് വെറുതെ കുറയ്ക്കാൻ 1000 ടെക്നിക്കുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇല്ലേ? എന്തൊക്കെ ഫാസ്റ്റിംഗ് ഉണ്ട്, എന്തൊക്കെ പൊടികളുണ്ട്, എന്തൊക്കെ പൗഡറുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ വെയിറ്റ് കുറയേണ്ടത് നിങ്ങളെ പഠിപ്പിച്ചാലാണ് കാര്യങ്ങൾ എളുപ്പമാകുന്നത് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു പൊടി തന്നിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയുമ്പോൾ നിങ്ങളത് അറിയുന്നില്ലല്ലോ. നേരെ മറിച്ച് ഹൗ ടു ടീച്ച് യു, എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നാച്ചുറോപ്പതി ഡോക്ടർ എന്നുള്ളത് ശരിയാണ് മെഡിക്കൽ ബോർഡ് രജിസ്റ്റർ ചെയ്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രിഫിക്സ് ഡോക്ടർ എന്നുള്ള പ്രിഫിക്സിന് മുമ്പ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ ജോലി ടീച്ചർ ആവുക എന്നുള്ളതാണ്, ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഹൗ ടു ലീവ് ഹെൽത്തി, അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നാച്ചുറോപ്പതി എന്നുള്ളത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഹെൽത്തി ആയിട്ട് മോഡിഫൈ ചെയ്യാം എന്ന ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് നാച്ചുറോപ്പതി. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ പേരെന്താ? BNYS. അത് MBBS BAMS എന്നൊക്കെ പറയുന്ന പോലെ MBBS BAMS BSMS BHMS എന്നൊക്കെ പറയുന്ന പോലെ BNYS, ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്ന ഒരു ഡോക്ടറെ കാണണമെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം. ഹോമിയോ മരുന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് ഹോമിയോ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോമിയോ ക്ലിനിക്കുകളുണ്ട്. ആയുർവേദ മരുന്നുകൾ, ആയുർവേദ ഡോക്ടേഴ്സ് അവർക്ക് അവരുടേതായിട്ടുള്ള ക്ലിനിക്കുകളുണ്ട്, ആയുർവേദ ആശുപത്രിയുണ്ട്, സർക്കാരിൻ്റെ ആയുർവേദ ആശുപത്രിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാച്ചുറോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക്? ഇതുപോലെ എല്ലാ സംവിധാനവും നാച്ചുറോപ്പതിക്കും ഉണ്ട്. നാച്ചുറോപ്പതിക്ക് വർക്കലയിൽ ഗവൺമെന്റ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്, വർക്കല ക്ലിഫ്. അപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയൊക്കെ ജില്ലാ ആശുപത്രിയിൽ നാച്ചുറോപ്പതിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ സർക്കാർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് മെഡിക്കൽ ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പ്രൈവറ്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നാച്ചുറോപ്പതിക്കുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ കേരളത്തിൽ 8 വെൽനസ് ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. എന്നെപ്പോലെ നമ്മളുടെ കൂടെ പഠിച്ച ഡോക്ടേഴ്സ് 100 കണക്കിന് ക്ലിനിക്കുകൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ട്. IP കിടത്തി ചികിത്സയുള്ള ഹോസ്പിറ്റൽ എനിക്കൊന്ന് എല്ലാ ജില്ലയിലും ഒരു 10-15 എണ്ണം വെച്ചൊക്കെ മിനിമം നാച്ചുറോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട്. കിടത്തി ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ഡ്രഗ്സ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. സോ വാട്ട് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ആർ യു ഡൂയിങഗ്? അതെ, അപ്പോൾ നമ്മുടെ കിടത്തി ചികിത്സ നമ്മളുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഫാർമസി എന്നൊരു ബോർഡ് ഉണ്ട്. സുവിത്തേരം വരുമ്പോൾ ആ ഫാർമസി എന്നുള്ള ബോർഡ് ഉള്ളത് കിച്ചന്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, അത് ശരി. അപ്പോൾ ആ ഫാർമസി എന്നുള്ള ബോർഡ് ഉണ്ട്, അത് കിച്ചന്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ അവിടെയുള്ള ഗൗരിയമ്മയും തങ്കമണി ചേച്ചിയൊക്കെയാണ് നമ്മളുടെ അവിടുത്തെ ഫാർമസിസ്റ്റുകൾ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകിച്ച് ബിരുദമൊന്നും വേണം എങ്ങനെ നന്നായി ഹെൽത്തി ആയി ഭക്ഷണം ഉണ്ടാക്കാൻ എന്നുള്ള അത് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. സോ അത് ഭക്ഷണമാണ് മെഡിസിൻ.
അടുക്കളയാണ് ഫാർമസി. അതാണ് നമ്മുടെ അവിടെ വരുമ്പോൾ ഏറ്റവും ഈ ലോകത്ത് കിട്ടാൻ പറ്റുന്ന ഏറ്റവും അമൂല്യമായ മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളെന്നല്ല, എല്ലാ നാച്ചുറോപ്പതി സെൻ്ററുകളും കൊടുക്കുന്നുണ്ട്. സോ അതിലാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ പോകണം, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ഫാർമസി എന്നുള്ളത് ഫുഡാണ് തീരുമാനിക്കുന്നത് എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ളത്. ഫുഡാണ് ഡിസിഷൻ മേക്കർ. ഓക്കെ. നിങ്ങളുടെ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ ഡോക്ടറെ തേടി വരുന്ന ആളുകൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്? മെയിൻലി ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഓവർ വെയ്റ്റ് ആണ്. വെയ്റ്റ് ലോസിന് വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഓവർ വെയ്റ്റിൽ നിന്നാണെന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് വരുന്നുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും പലതരത്തിലുള്ള അവയർനെസ്സുകൾ, നല്ലതാണോ മോശമാണോ എന്നുള്ളതിനപ്പുറം അവയർനെസ്സുകൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ്. അപ്പോൾ അതിലൂടെ വെയ്റ്റ് ലോസ് ഇപ്പോൾ ആളുകൾക്കൊരു വലിയ ട്രെൻഡായി മാറുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നത് ഫാറ്റി ലിവറും ഗ്യാസ്ട്രിക് ഇഷ്യൂസുമാണ്. ഇക്കാര്യങ്ങൾക്കാണ് ആത്മയിൽ അല്ലെങ്കിൽ നമ്മളെ തപ്പി വരുന്നത്. നാച്ചുറോപ്പതി ബേസിക്കലി ഫോക്കസ്ഡ് ഓൺ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ. എവറിത്തിങ് ഈസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതുവഴി ലൈഫ് സ്റ്റൈൽ ഇഷ്യൂനെ റിവേഴ്സ് ചെയ്യുക. അത് സ്ത്രീകൾക്കുള്ള PCOD, സോറിയാസിസ്, ഫാറ്റി ലിവർ, ഈ പറഞ്ഞ ഓവർ വെയ്റ്റ്, ഇതെല്ലാം ഇപ്പോൾ PCOD ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. 100% ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. PCOD എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയബറ്റിക് ഓഫ് ഓവറിയാണ്. ഡയബറ്റിക് എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അല്ലേ? ഡയബറ്റിക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ. PCODയുടെ വേറൊരു പേരാണ് ഡയബറ്റിക് ഓഫ് ഓവറി. PCOD വന്നാൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന മെഡിസിൻ ഏതാണ്? അത് ഡയബറ്റിക്കിന് കൊടുക്കുന്ന മെറ്റ്ഫോർമിനാണ്. ആണോ? ശരീരം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവുന്നു എന്നുള്ളതാണ് PCODയുടെ ബേസിക് റീസൺ. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും മെഡിസിൻ ഒന്നാണ്. അപ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ബേസിക് റീസൺ. PCOD 100% ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി 100% റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് PCOD. അതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല. എന്തുകൊണ്ടാണ് PCOD ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കൂടി വരുന്നത്? നമ്മളുടെ അമ്മമാർക്കോ നമ്മളുടെ കുറച്ച് മുതിർന്ന ആളുകൾക്ക് PCOD അത്ര കോമൺ ആയിരുന്നില്ല. ഇന്ന് PCOD ഇല്ലാത്തവരെ കാണുക വളരെ ബുദ്ധിമുട്ടാണ്. ആബ്സെൻസ് ഓഫ് പീരീഡ്, ഇറഗുലർ പീരീഡ്സ്, പല രീതിയിലാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പീരീഡ്സ് ഒക്കെ വളരെ ഏർലി ആയിട്ട് കുട്ടികൾക്ക് സംഭവിക്കുന്നതും അതും ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. പീരീഡ്സ് വളരെ ഏർലി ആയിട്ട് വരുന്നു. എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായത്തിൽ വരുന്നു. മെനപ്പോസ് 33-ാമത്തെ വയസ്സിൽ 34-ാമത്തെ വയസ്സിൽ മെനപ്പോസ് വരുന്നു, പീരീഡ്സ് നിൽക്കുന്നു. നേരത്തെ 50 വയസ്സോ 55 വയസ്സ് വരെ ഹെൽത്തി ആയിട്ട് പോയ അമ്മമാർ നമ്മുടെ അടുത്തുണ്ട് ഇല്ലേ? നമ്മുടെ അമ്മമാരൊക്കെ പോകുമ്പോൾ 45 വയസ്സാണ് ഒരു 10 കൊല്ലം മുമ്പ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആവറേജ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതല്ല. സോ ഏർലി പീരീഡ്സും ഏർലി മെനപ്പോസും എല്ലാം, മെനാർക്കും മെനപ്പോസും ആ ടൈമിങ്ങിലാവാത്തതൊക്കെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗം. അതുകൊണ്ടല്ലേ ഇപ്പോൾ കൊച്ചിയിൽ പോയാൽ കാക്കനാടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ PCOD ഉള്ള പെൺകുട്ടികളെ കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ്? സ്ട്രെസ് ആണോ? അവരുടെ സ്ട്രെസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ. ഓക്കെ. രാത്രിയിൽ 3 മണിക്ക് ഉണർന്നിരിക്കുന്ന കാക്കനാടുള്ള പെൺകുട്ടികൾക്കെല്ലാം ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് പ്രോബ്ലം വരുന്നത് അവരുടെ ഫുഡ് ഹാബിറ്റ്സും അവരുടെ ലൈഫ് സ്റ്റൈലുമാണ്. 100% PCOD ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്. ഓക്കെ. നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സ്ഥാപനങ്ങളുടെ പേര് ആത്മ എന്നാണ് അല്ലേ? ആത്മ. സോ എന്താണ് ആത്മ എന്ന് പറയുന്ന ആ ഒരു സംരംഭങ്ങളുടെ പിന്നിലുള്ള ആ ഒരു ആശയം? അതേപോലെ തന്നെ ആത്മ എന്നുള്ള പേര് എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ കാരണം? 2021 ജൂലൈ 15-നാണ് ഞാൻ ആത്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ കോളേജിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ആത്മ എന്നുള്ള നമ്മളുടെ ഇത്. പനച്ചിക്കാട് ഒരു 4 കെട്ടിലാണ് നമ്മൾ ഒരു 4 കെട്ട് റെൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ആത്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു 3 റൂമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കിടത്തി ചികിത്സയുള്ള ഒരു IP ഹോസ്പിറ്റലായിട്ട് തന്നെയാണ് ആത്മ സ്റ്റാർട്ട് ചെയ്തത്. ആത്മ എന്നുള്ള പേര് എല്ലാവർക്കും അറിയാവുന്ന പോലെ സോൾ എന്നുള്ളതാണ്. അപ്പോൾ സോൾ ടച്ച് ചെയ്യുക, ആരോഗ്യത്തിലേക്കൊരു യാത്ര എന്നുള്ളതാണ് ആത്മയുടെ ടാഗ്ലൈൻ. അപ്പോൾ ആരോഗ്യത്തിലേക്കൊരു യാത്ര പോകാൻ ഏറ്റവും ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് ആത്മ എന്നുള്ളത്. സോ അവിടുന്ന് തുടങ്ങി ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ടൊരു 6 ജില്ലകളിലായിട്ട് നമുക്കൊരു 8ഓളം ബ്രാഞ്ചുകൾ ആത്മയ്ക്കുണ്ട്. പിന്നീട് IP-യും OP-യും ഒക്കെ നമ്മളിപ്പോൾ കോട്ടയത്ത് IP സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചിയിൽ OP എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കാണ്. വന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഇപ്പോൾ അഭ്യംഗോ ധാരയോ മസാജോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള മെഡിസിൻസ് എല്ലാം എടുത്ത് അവർക്ക് പോവാം. അപ്പോൾ അങ്ങനെ OP ക്ലിനിക്ക് കോട്ടയത്തുണ്ട്, കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ OP ക്ലിനിക്കുണ്ട്. കൂടാതെ IP സെൻറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് കോട്ടയത്തും തേക്കടിയിലും നമുക്ക് കൊല്ലത്തും എല്ലാം IP സെൻറ്റേഴ്സും ഉണ്ട്. ഈ മസാജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ മസാജ് പാർലറുകളുള്ള ഒരു സ്ഥലം കൊച്ചിയാണ്. അപ്പോൾ ഈ മസാജ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള മസാജുകളുണ്ട്. ട്രഡീഷണൽ ആയുർവേദിക് മസാജുണ്ട്,
പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ തായ് സ്റ്റൈലിൽ മിക്സ് ചെയ്തുള്ള മസാജുകളുണ്ട്, അരോമ തെറാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്വീഡിഷ് മസാജുകളുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് മസാജ് ഉണ്ട്. അപ്പോൾ ഈ ആയുർവേദിക് മസാജുകളിൽ നമ്മൾ നമ്മുടെ ആയുർവേദിക് തൈലങ്ങളും അതുപോലെയുള്ള പല സംഭവങ്ങളും ഉപയോഗിച്ചാണല്ലോ ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു തരത്തിലുള്ള മസാജ് എന്താ ഡോക്ടർക്ക് അറിയാം, കാരണം മറ്റ് പല കുത്സിതങ്ങൾക്കും വേണ്ടിയുള്ള മസാജ് എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. ശരിക്കും അത് മാറ്റി നിർത്താം, നമുക്ക് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട. ഒരു മസാജ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് ചെയ്യുന്ന ആളുടെ ഒരു എക്സ്പെർട്ടൈസ് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ? 100% അത് വളരെ കൺസൾട്ട് ചെയ്യുന്നതല്ലല്ലോ, ചെയ്യുന്ന ആളുടെ ഒരു എക്സ്പെർട്ടൈസ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ചെയ്യുന്ന ആളുടെ എക്സ്പെർട്ടൈസ് 100% ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ കൺസൾട്ടേഷൻ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആണോ? കാരണം വെച്ചാൽ കൺസൾട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ചില ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ പറ്റി അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ബൈപ്പാസ് കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉള്ള ഒരാൾ, അയാൾക്ക് മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർക്കാണ്. നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ട്, ആയുർവേദ ഡോക്ടറാണോ നിർബന്ധമില്ല? ആയുർവേദ ഡോക്ടറാണ്, ആത്മീയ ആയുർവേദ ഡോക്ടേഴ്സാണ് അത്. നിങ്ങളൊരു മിക്സ് ഓഫ് അതെ നാച്ചുറോപ്പതി ആൻഡ് ആയുർവേദയാണ് എല്ലായിടത്തും. അതെ, ആയുർവേദ ഡോക്ടറാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. എന്താണ് എങ്ങനെയാണ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മാനിപ്പുലേറ്റീവ് തെറാപ്പി എന്നുള്ളത് നാച്ചുറോപ്പതിയിലും പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ്. 3rd ഇയറിലൊരു ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസാജ് ഉണ്ട്. ഇപ്പം സുധീരൻ പറഞ്ഞ പോലെ തായ് മസാജ് ഉണ്ട്, സ്വീഡിഷ് മസാജ് ഉണ്ട്, അഭ്യംഗമുണ്ട്, പലതരത്തിലുള്ള മസാജ്, സോൾട്ട് ഗ്ലോ മസാജ് ഉണ്ട്, പലതരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള മസാജുകളുണ്ട്, ഉദ്വർത്തനമുണ്ട്, ഈ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മസാജ് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ആ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ അവിടെ ഉണ്ടായാലാണ് ഏറ്റവും ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്പാ മസാജ്, ഈ പറഞ്ഞ മറ്റൊരു സൈഡിലല്ലാതെ സ്പാ മസാജ് നല്ല റിലാക്സേഷൻ അങ്ങനത്തെ മസാജ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന് കൊടുക്കാൻ പറ്റും. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിൻ്റെ കൂടി സ്പെസിഫിക്കേഷൻ വരുമ്പോൾ അതൊരു ഡോക്ടറുടെ ഒരു മോണിറ്ററിങ്ങിൽ, ഡോക്ടർ ഒബ്സർവേഷനിൽ, ഡോക്ടർ സജഷനിൽ വരുമ്പോഴാണ് ഈ മസാജുകൾ കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ സുഹിതനോടെ പോകുന്നു, നിങ്ങളുടെ പർപ്പസ് പറയുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഉദ്വർത്തനമായിരിക്കും, അതായത് പൗഡർ മസാജ്, ആയുർവേദിക് പൗഡർ മസാജ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് സോൾട്ട് ഗ്ലോ മസാജ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നോർമൽ ഒരു ഫുൾ ബോഡി ഓയിൽ മസാജ് ആയിരിക്കും. ആ ഓയിൽ ഏതാണ് എന്നുള്ളതാണ്. ആ ഓയിൽ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചായിരിക്കും തീരുമാനിക്കേണ്ടത്. ആ ഓയിൽ നിങ്ങളുടെ ചിലപ്പോൾ വേദനകൾ അനുസരിച്ചായിരിക്കും തീരുമാനിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ മുട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് വേദന ഉണ്ടായിരിക്കും, അപ്പോൾ നിങ്ങളുടെ ഹോൾ ബോഡി ഉപയോഗിക്കുന്ന ഓയിലല്ല, മുട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് മുറിവെണ്ണയായിരിക്കും ഉപയോഗിക്കേണ്ടത്. സോ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എക്സ്പീരിയൻസിലുള്ള തെറാപ്പിസ്റ്റിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളൊരു രജിസ്റ്റേർഡ് ഡോക്ടർ ഉണ്ടെങ്കിലാണ് അതിനെ കൂടുതൽ വൃത്തിയായിട്ട് ആളുകൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത്. വൃത്തി ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് കൂടുതൽ എഫക്റ്റീവായിട്ട് ആളുകൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത്. ആ എഫക്റ്റീവ് ഡെലിവറിക്കാണ് ഒരു ഡോക്ടറുടെ സപ്പോർട്ടോടുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു തെറാപ്പിസ്റ്റ് വേണ്ടത്. 100% എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് കൊണ്ട് മാത്രമേ ഇതുപോലുള്ള ഏത് സെൻറ്ററും വിജയിക്കത്തുള്ളൂ. അല്ലാതെ ഒരു ഡോക്ടർ, നല്ല ഡോക്ടർ ഇരുന്ന് അകത്ത് പഠിച്ച് 3 മാസം കഴിഞ്ഞ് ഒരു പയ്യനെ ഇൻറ്റേൺഷിപ്പിൽ എടുത്ത് മസാജ് ചെയ്യിപ്പിച്ചാൽ അതൊരിക്കലും എഫക്റ്റീവ് ആവണമെന്നില്ല. ഇതൊരു മിക്സാണ്, ഇത് കൃത്യമായിട്ടുള്ള മിക്സാണ്. അപ്പോൾ ആ മിക്സിലാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലായി. ഈ നാച്ചുറോപ്പത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പല ഓൾട്ടർനേറ്റീവ് മെഡിസിൻസും കേരളത്തിൽ നല്ല മോസ്റ്റ്ലി അത്ര പോപ്പുലർ അല്ല. ഇപ്പോൾ ആയുർവേദം തന്നെ വേൾഡ് വൈഡ് പോപ്പുലർ ആയത് അത്രയും ഒരു പഴയ ഒരു എന്താ പറയുക ചികിത്സാ രീതി ആയതുകൊണ്ടാണല്ലോ. പിന്നെ ഹോമിയോപ്പതിനെ എതിർക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഹോമിയോപ്പതി കൊള്ളൂല എന്ന് പറയുന്ന അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലാത്ത അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ യുനാനി എന്ന് പറഞ്ഞിട്ട് വേറൊരു ചികിത്സാ രീതി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പല ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ അങ്ങനെ അത്ര പോപ്പുലർ അല്ലാത്ത ഒരു നാച്ചുറോപ്പതി എന്ന് പറയുന്ന, അവൻ എപ്പോഴും പോപ്പുലറായി വരുന്നതല്ലേ ഉള്ളൂ. നിങ്ങളെപ്പോലെ പല ആൾക്കാരും പല കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു നാച്ചുറോപ്പതി പഠിച്ചിട്ട് പഠനമെല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ഒരു ആത്മ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആയിട്ട് ഇത്രയും ഇതിൽ കൊണ്ടുപോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് സുഹൃത്തുക്കളെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് നമ്മുടെ സിസ്റ്റത്തിൽ. കാരണം ഞാൻ പഠിച്ചത് കർണാടകത്തിലെ ധർമ്മസ്ഥലയിലാണ് ഞാൻ കോളേജ് പഠിച്ചത്. അവിടെ ഞങ്ങളുടെ കോളേജിൻ്റെ അണ്ടറിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് 3 കേരളത്തിലുണ്ടോ കോളേജ്? കേരളത്തിലില്ല. പക്ഷേ ഞാൻ പഠിച്ച 120 പേരുള്ള എൻ്റെ ക്ലാസ്സിലെ 33 പേര് മലയാളികളായിരുന്നു. അതാണ് സിനാരിയോ. എല്ലായിടത്തും മലയാളികളും കൂടുതൽ, പക്ഷേ കേരളത്തിലില്ല.
കേരളത്തിൽ ഇപ്പോൾ ഒരു തിരുവനന്തപുരത്തൊരു കോളേജ് അടുത്ത വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഏതാണ്ട് 500 ബെഡാണ് ആ ഹോസ്പിറ്റൽ. നാച്ചുറോപ്പതി ഹോസ്പിറ്റലാണ്. ആ 500 ബെഡ് ഇയർലി ഏകദേശം ഒരു 90% ഒക്യുപ്പൻസിയിൽ ഫില്ല് ചെയ്ത് പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. 90% ഒക്യുപ്പൻസി 500. പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ? പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഞാൻ പഠിച്ച കോളേജിൻ്റെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റൽ 90% ഒക്യുപ്പൻസിയിൽ ഫില്ല് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു പോയിൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ 450 പേരെ അല്ലെങ്കിൽ 500 പേരെയൊക്കെ നമ്മൾ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുമ്പം അത്ര സ്പെസിഫിക് നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ. ഒരു 500 പേരുള്ളിടത്തൊരു കോമൺ ഡയറ്റ് കൊടുക്കുന്നു, എന്നിട്ട് നമ്മളൊരു ഡൈനിങ് ഹോളുണ്ട്, അവിടെ നിങ്ങൾക്ക് വേണ്ട ഡയറ്റ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തെടുക്കുക. എന്നിട്ട് പോലും മാജിക്കൽ റിസൾട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടി നിൽക്കുന്ന, കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ആൾക്കാർ 15 ദിവസം കൃത്യമായിട്ട് അത് നോക്കുമ്പോൾ മാജിക്കൽ റിസൾട്ട്. പിന്നീട് അവർ വീട്ടിൽ പോയി ഒരു പരിധി വരെ ഈ ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്ത് അടുത്ത വർഷം വരുമ്പോഴും അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതൊക്കെ ഞങ്ങൾ കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് കുറച്ചുകൂടി കുറച്ച് എണ്ണം കുറച്ചിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് പഠിച്ച് തിരിച്ചു വന്ന ഉടനെ ആത്മ എന്നുള്ളൊരു ഹോസ്പിറ്റലിൽ ചലഞ്ചുകൾ 100% ഉണ്ട്. പക്ഷേ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായി റെഡിയാണ്. ഞാൻ കോവിഡ് ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആത്മ തുടങ്ങുന്നത്. 2021 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേവ് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേവ് ഇങ്ങനെ ആളി കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ ആത്മ തുടങ്ങുന്നത്. ആ പോസ്റ്റ് കോവിഡിൽ മുഴുവൻ ആളുകൾക്കും ഹെൽത്തിനെ പറ്റി വലിയ കൺസേൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതിന് മുമ്പുള്ളതിനേക്കാളും ആൾക്കാർ, കാരണം കോവിഡിൽ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തത് ആരോഗ്യമുള്ളവരാണ്. ഹെൽത്ത് ഉള്ളവരൊക്കെ കോവിഡിൽ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിൽ ആളുകളിലേക്ക് ഇത് മാർക്കറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആളുകൾ ഇതിനെ 100% അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ വളരെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ആത്മയിലേക്ക് വരികയാണ്. ഞാൻ വന്നിട്ട് ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർ എനിക്ക് ഓഫ് കോഴ്സ് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ധാരാളമുള്ള ആളുകളാണ് എന്നെപ്പോലുള്ള ആൾക്കാരെല്ലാവരും. കാരണം നമ്മുടെ ജീവിത രീതികൾ അങ്ങനെയാണ്. പല സമയത്ത് ഇപ്പോഴും ഞാൻ എന്താ പറയുക, UK ടൈമിലാണ് അല്ലെങ്കിൽ യൂറോപ്പ് ടൈമിലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സിനിമാക്കാരായിട്ടൊക്കെ നിങ്ങൾക്ക് ബന്ധമുള്ളതുകൊണ്ട് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ബിസി ഷെഡ്യൂളിൽ പോകുന്ന ബിസിനസ്സുകാർ, അങ്ങനെയുള്ള പല ആൾക്കാരും പലപ്പോഴും അവരുടെ ജീവിത രീതികൾ ഒത്തിരി കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് പല കാര്യത്തിലും. കറക്റ്റ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും പൈസ മുടക്കി ട്രാവൽ ചെയ്യുന്നതാണ് എന്നോർത്തുകൊണ്ട് മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു സമയത്ത് ഭക്ഷണം പോലും സ്കിപ്പ് ചെയ്ത് നിന്നിരിക്കും. അപ്പോൾ അങ്ങനെ എന്നെ പോലുള്ളൊരു വ്യക്തി, ഞാൻ തന്നെയാണെന്നിരിക്കട്ടെ, ഞാനിപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഡോക്ടറെ തേടി വരികയാണ്. എനിക്ക് പ്രശ്നങ്ങളുണ്ട്. അതായത് എനിക്കിപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയാനായിട്ട് ഇപ്പോൾ എന്താ, എനിക്കിപ്പോൾ ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ഇച്ചിരി വയറുണ്ട്, കൂർക്കം വലിയുണ്ട്. പിന്നെ എന്താണ്, ഡയബറ്റിക് ആണെന്ന് വെച്ചാൽ ഡയബറ്റിക് ഇല്ല. എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, ഞാനത് റിവേഴ്സ് ചെയ്താണ്. ഗ്രേഡ് 2 ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ടൈം നോക്കിയപ്പം ഫാറ്റി ലിവർ നോർമലായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്. പക്ഷെ വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സമീപനം? മൊത്തത്തിൽ സുഹിത്തേൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ സുഹിത്തേന് തന്നെ അറിയാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ ഇന്ന കാര്യങ്ങളാണ് മിസ്റ്റേക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഹോൾ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് രോഗങ്ങളെ അല്ല ചികിത്സിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ ശരീരത്തെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. മുട്ടുവേദന എന്നുള്ളതിനെ ചികിത്സിക്കാൻ പോയാൽ മുട്ട് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ശരീരം മുഴുവൻ നോക്കുമ്പോൾ മുട്ടുവേദന അവിടെ നിന്ന് പോകണമല്ലോ എന്നുള്ളതുപോലെ തന്നെയാണ് ഒരു ഹോൾ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സുഹിത്തേനെ സമയം ഒരു കോംപ്ലിക്കേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളില്ല എങ്കിൽ യു നീഡ് എ ഡീടോക്സിഫിക്കേഷൻ. ഒരു റിലാക്സേഷൻ നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്കും എനിക്കും അറിയാം നമ്മളുടെ ശരീരത്തിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എവിടെയൊക്കെയോ അക്കുമുലേറ്റ് ചെയ്ത് കിടപ്പുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അത് ഭക്ഷണത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടി ആയിരിക്കാം, പല രീതിയിലാണ്, സ്ട്രെസ്ഡ് ആയിരിക്കാം. അപ്പോൾ ഈ അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്കൊരു സർവീസ് നമ്മുടെയൊക്കെ ശരീരത്തിന് ആവശ്യമാണ് അല്ലേ. നമ്മുടെ വണ്ടിക്ക് 1 വർഷത്തിലൊരു സർവീസ് എന്നുള്ള പോലെ നമ്മുടെ ശരീരത്തിനൊരു സർവീസ് ആവശ്യമാണ്. ആ സർവീസാണ് നമ്മൾ പലപ്പോഴും ആളുകളോട് എൻഷുർ ചെയ്യുന്നത്. യു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഇറങ്ങിപ്പോകുന്ന പോലെ 2-3 ദിവസം കഴിയുമ്പോൾ അനുഭവിക്കാൻ പറ്റും. വാട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ നീഡഡ് ഫോർ യുവർ ബോഡി.
അത് ബേസിക്കലി അതിനാണ് ഈ ഡീടോക്സിഫിക്കേഷനോ റിജുവിനേറ്റിംഗ് എന്നൊക്കെ പറയാം അതിനെല്ലാം അപ്പുറം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മളുടെ കൂടെ കൂട്ടിയ കുറേയധികം ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയുക എന്നുള്ളതാണ് ആത്മയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക. അതുകൊണ്ടാണ് യു വിൽ ഫീൽ റിഫ്രഷ്ഡ്, യു വിൽ ഫീൽ ലൈറ്റ്. ചിലപ്പോൾ ഈ 10 ദിവസം കൊണ്ട് 10 കിലോ കുറഞ്ഞവരും 3 കിലോ കുറഞ്ഞവരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് വെയിങ് മെഷീനിലെ വെയിറ്റിനപ്പുറം യു ക്യാൻ ഫീൽ ലൈറ്റ്. മനസ്സിലായില്ലേ? ഇപ്പോൾ വെയിറ്റ് ലോസ് ജേർണി, ഇപ്പോൾ സുഹിത്താനൊക്കെ വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടുന്നതിനൊക്കെ അപ്പുറം വെയിങ് മെഷീൻ അപ്പുറം നിങ്ങൾ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പി ഉണ്ടാവുന്നത്, അല്ലേ? അല്ലാതെ വെയിങ് മെഷീനിൽ 10 കിലോ കുറഞ്ഞപ്പോൾ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിനൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ലൈറ്റ് ഫീലിംഗ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്നുള്ളത്. കാരണം ആ ഒരു ലൈറ്റ് ഫീലിംഗ് അത്ര എളുപ്പമല്ല കിട്ടാൻ. പക്ഷേ ആ ലൈറ്റ് ഫീലിംഗ് കിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കംഫർട്ട് സോൺ, അത് വളരെ വലുതാണ്. സോ അതാണ് പലപ്പോഴും ആത്മയിൽ ഇപ്പം സെലിബ്രിറ്റീസ് ആണെങ്കിലും ബിസിനസ്സുകാരൊക്കെ ആണെങ്കിലും നമ്മൾ അവരോട് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അനുഭവിച്ച് പോകാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്നുള്ളത് ആ ലൈറ്റ് ഫീലിംഗ് ആണ്, ആ ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ്. പക്ഷെ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അതാണ് തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് എന്തെന്നറിയോ, ഞാൻ എല്ലാവരും പറയുന്ന ഉദാഹരണമാണ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ കാറിനോടൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ. കാറിൻ്റെ സർവീസ് ഡ്യൂ ആയാൽ എന്ത് വന്നാലും നമ്മൾ സർവീസ് ചെയ്യാൻ പോകാറുണ്ട്. അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഒന്ന് സ്നേഹിക്കുക. കാറ് പോയാൽ വേറെ ഒരെണ്ണം മേടിക്കാൻ പറ്റും. ഇത് നമ്മുടെ ശരീരമാണ്. ഇത് നമ്മുടെ ശരീരത്തിന് വർഷത്തിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 10 days എന്നുള്ളത് ഇത് മുമ്പോട്ട് പോകാൻ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി തരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ്. ഒരു രോഗം ട്രീറ്റ് ചെയ്യുന്നതാണോ എളുപ്പം, ഒരാളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതാണോ എളുപ്പം എപ്പോഴും രോഗം ട്രീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നതും കൂടുതൽ നിങ്ങൾക്ക് ഗുണമുള്ളത് എപ്പോഴും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. കാരണം രോഗങ്ങൾ ട്രീറ്റ് ചെയ്താൽ വീണ്ടും വരാമല്ലോ. പക്ഷേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് പല രോഗങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ. അപകടം ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അപകടം ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി റിപ്പയർ ചെയ്തെടുക്കാം. അപ്പം മര്യാദയ്ക്ക് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഹെൽമെറ്റ് ഇടാതെ പോയാൽ തട്ടി തല പൊട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അപ്പോൾ ഹെൽമെറ്റ് കൊണ്ട് പോയാൽ ഒരു പക്ഷേ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്നല്ല ഞാൻ പറയുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് ഈസിയാണ്. നമുക്കൊരു കാര്യം പറയുന്നു, ഇപ്പോൾ ഫാറ്റി ലിവർ ആണെന്ന് പറയുന്നു, ഫാറ്റി ലിവർ മാത്രമുള്ള മരുന്ന് തരുന്നു, അതല്ല. അപ്പോൾ അതിനപ്പുറം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് വന്നതെന്നും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി അതിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. ഇപ്പോൾ വെയിറ്റ് കൂടുന്നു അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എന്നുള്ളൊരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. കുറച്ച് ഒരാളുടെ വെയിറ്റ് കുറയ്ക്കുകയും പിന്നീട് ആ വെയിറ്റ് കൂടാതിരിക്കുകയും ചെയ്യുന്നതാണ് ചലഞ്ചിങ്, അല്ലേ? ഞാനൊരു കാര്യം ചെയ്തു, എൻ്റെ വെയിറ്റ് കുറഞ്ഞു എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ എൻ്റെ വെയിറ്റ് കുറഞ്ഞു പിന്നീട് വെയിറ്റ് കൂടിയിട്ടില്ല എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അതിനാണ് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ഇന്ന് വരെ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന കുറേ കാര്യങ്ങളെ നമ്മൾ തിരിച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണോ? ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ടല്ല. പക്ഷേ 100% ഫാസ്റ്റിംഗ് നല്ലതാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് 2016 നോബൽ പ്രൈസ് കിട്ടിയ ഒരു ടെക്നിക്കാണ്. സോ ഫാസ്റ്റിങ്ങിൽ ഞാൻ 100% വിശ്വസിക്കുന്നത്. പക്ഷേ ഫാസ്റ്റിങ്ങിൻ്റെ കുഴപ്പം എങ്ങനെയാണ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് ബോധമില്ലാതെയാണ് നമ്മളിൽ 90% ആൾക്കാർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് എടുക്കാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണ്? 2 നേരം നമ്മൾ ആഹാരം കഴിക്കുന്നു എന്നുള്ളതാണ്. ഡിന്നർ ടു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗ്യാപ്പ് നമ്മൾ 12 മുതൽ 16 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ആ സമയത്ത് ഈ പറയുന്ന ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിൽ എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഭക്ഷണത്തിന് ടൈം ഗ്യാപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ലോങ് ടൈം പ്രാക്ടീസ് ചെയ്തു, വെൻ യു ആർ കമ്മിങ് ബാക്ക് ടു യുവർ നോർമൽ ഫുഡ് റൊട്ടീൻ, ഹൗ യു ആർ കമ്മിങ് ബാക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫാസ്റ്റിങ്ങിൻ്റെ മാജിക്ക് കിടക്കുന്നത് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയങ്ങൾ കൂടുതൽ ഫാസ്റ്റിങ്ങിലേക്ക് ഇന്നാവുകയും ഫാസ്റ്റിങ്ങിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ടൈമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ഫുഡ് ഹാബിറ്റിലാണ്. നമ്മൾ പ്രോപ്പറായിട്ട് തലേ ദിവസം വരെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ റോസ്റ്റും രാത്രി 12 മണി വരെ കഴിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ പട്ടിണി കിടക്കുന്നു തീരുമാനിക്കുന്നത് ഫാസ്റ്റിങ്ങേ അല്ല. ഫാസ്റ്റിങ്ങിനൊരു പ്രിപ്പറേഷനുണ്ട്. നമ്മുടെ ബോഡിയെ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഫാസ്റ്റിങ്ങിലേക്ക് അങ്ങനെ പോകുന്നെങ്കിൽ നമ്മൾ ആദ്യം ബോയിൽഡ് ഡയറ്റിലേക്ക് പോവുകയും പിന്നീട് റോ ഡയറ്റിലേക്ക് പോവുകയും പിന്നീട് ജ്യൂസ് ഡയറ്റിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ വന്നാൽ നമ്മുടെ ശരീരത്തിന് അണ്ടർസ്റ്റാൻഡബിളാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഫാസ്റ്റിങ്ങിൽ 100% വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റിംഗ് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാജിക്കൽ റിസൾട്ടും ഫാസ്റ്റിംഗ് സ്വന്തം ഇഷ്ടത്തിന് തോന്നിയതുപോലെ ചെയ്താൽ
നമുക്ക് ശരീരത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും മോശമായൊരു കാര്യവുമാണ് ഫാസ്റ്റിംഗ്. ഈ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 2, 3, 4, 21 ദിവസം വരെ നിന്ന ആൾക്കാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അതുകൊണ്ട് എന്താ കിട്ടുക ശരീരത്തിൽ? അതാണ് പർട്ടിക്കുലർ കണ്ടീഷൻസിലാണ്. ചില കണ്ടീഷൻസിൽ ഈ പറയുന്ന കംപ്ലീറ്റ് റെസ്റ്റ് നമ്മളുടെ ശരീരത്തിൻ്റെ പല സിസ്റ്റത്തിനും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പലതരത്തിലുള്ള ടോക്സിൻസും എലിമിനേറ്റ് ആവാൻ വേണ്ടി ഒരു കംപ്ലീറ്റ് റെസ്റ്റ് ആവശ്യമാണ്. ആ സമയത്താണ് പലപ്പോഴും ഫാസ്റ്റിംഗ് എന്നുള്ള മാജിക്കൽ പ്രോസസ്സ് നമ്മൾ കൊടുക്കുന്നത്. 21 ഡേയ്സ് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്ത് ആരെങ്കിലും പരിചയപ്പെട്ടാൽ അവർക്ക് മാജിക്കൽ റിസൾട്ടാണ്. അവർ ഭയങ്കര ഇഷ്ടം, അവർ ആരെയും സജസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഈ ഫാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഒരു 10 ഡേയ്സ് ഫാസ്റ്റിംഗ്, വാട്ടർ ഫാസ്റ്റിംഗ്, ജ്യൂസ് ഫാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്തവർ നമ്മുടെ അവിടെ വരാറുണ്ട്. ശരിക്കും നമ്മുടെ ഈ മതങ്ങളിൽ പോലും ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ. റിലീജിയസ് ഫാസ്റ്റിംഗ് എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇപ്പോൾ മുസ്ലിം മതത്തിലുണ്ട്. അവരൊരു മാസം അവർ കൃത്യമായിട്ട് ശരിക്കും അതൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയാണ്. കറക്റ്റ്. അതൊരു ഗംഭീര പ്രാക്ടീസാണ്. ഞാൻ എൻ്റെ എല്ലാ മുസ്ലിം ഫ്രണ്ട്സിനും ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രാക്ടീസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വൈകിട്ട് നോമ്പ് തുറക്കുമ്പം ഈ പറയുന്ന ഫ്രൈഡ് മറ്റേ ബജ്ജി, ഫ്രൈഡ് വടയും പൊറോട്ടയും ബീഫും എല്ലാം കഴിച്ചിട്ട് ഈ 1 മന്തിൻ്റെ ഗുണം അവരെവിടെയൊക്കെ, അതിനപ്പുറം അവർ ആ 1 മന്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നെങ്കിൽ സുഹിതർ, ഐ വിൽ ടെൽ യു, അവരുടെ 1 ഇയറിലേക്കുള്ള അവരുടെ ഹെൽത്താണ് അവർ ആ 1 മന്ത് കൊണ്ട് അവർ ടേക്ക് കെയർ ചെയ്യുന്നത്. പിന്നീട് അവർ 11 മാസം അവരുടെ ശരീരത്തെ അവർ അത്ര ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ പോലും ഈ 1 മന്തിൽ അവർക്ക് കിട്ടുന്ന ഹെൽത്ത് അവർക്കുള്ള ഡെപ്പോസിറ്റാണ്. അതിനുവേണ്ടിയാണെന്ന് എല്ലാത്തിലും ഏകാദശിയുണ്ട്. ഹിന്ദു ഇതിൽ ഏകാദശിയുണ്ട്. മാസത്തിൽ 2 തവണ ഏകാദശി പോകുന്നുണ്ട്. നമ്മൾ ശിവരാത്രിക്ക് വ്രതമുണ്ട്. നമ്മൾ പിന്നെ തിങ്കൾ മുതൽ ഞായർ വരെ ഏത് ഇഷ്ട ദൈവത്തെ സ്നേഹിക്കുന്നു ആ ദൈവത്തിനെല്ലാം വ്രതമാണ്. ശിവനെ സ്നേഹിച്ചാൽ തിങ്കളാഴ്ച, ദേവിയെ സ്നേഹിച്ചാൽ ചൊവ്വാഴ്ച, ബുധനാഴ്ച, കൃഷ്ണനെ വ്യാഴാഴ്ച, ദേവിക്ക് വെള്ളിയാഴ്ച, ശനിയാഴ്ച ശാസ്താവിന്, ഞായറാഴ്ച ആദിത്യന് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വ്രതമുണ്ട്. ക്രിസ്ത്യൻസ് ഇപ്പോൾ അവരുടെ നോമ്പ് സമയമാണ്. ക്രിസ്ത്യൻസിന് മറ്റേ നമ്മളുടെ ക്രിസ്മസിൻ്റെ സമയത്ത് അവർ 1 മന്ത് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പിനെ കാണാൻ പോയി. ബിഷപ്പ് എനിക്ക് കട്ടൻ ചായയാണ് തന്നത്. എന്നോട് ബിഷപ്പ് പറഞ്ഞത് വ്രതത്തിൻ്റെ സമയത്ത് അവർ മിൽക്ക് പോലും യൂസ് ചെയ്യില്ല. അതായത് ആ ക്രിസ്ത്യൻസ് വ്രതത്തിൻ്റെ സമയത്ത് അവർ നോൺ വെജ് മാത്രമല്ല, അവർ പാല് പോലും ഉപയോഗിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ റിലീജിയസിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിലും എല്ലാത്തിലും അതുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിൻ്റെ എവിടേക്കോ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് പോകുന്നു എന്നുള്ളതാണ്. ഫാസ്റ്റിംഗ് ഒരു മാജിക്കൽ സാധനമാണ്, 100% മാജിക്കാണ്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുമോ? 100%. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. ഇപ്പം ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചില അസിഡിക് ഗ്യാസ്ട്രിക് കണ്ടീഷൻ നമ്മൾ പെട്ടെന്ന് സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവരുടെ ആ ഗ്യാസ്ട്രിക് ഇഷ്യൂ പരിഹരിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്നുള്ള സ്കിപ്പിംഗ് മീൽസ് അഗെയിൻ അവരുടെ ഈ പ്രശ്നം അഗ്രിവേറ്റ് ചെയ്യും. പല ഗട്ട് ഇഷ്യൂസിൻ്റെയും ബേസിക് അതാണ്. അതല്ല എങ്കിൽ ഗട്ട് ഇഷ്യൂസിൽ പലതിലും ഫാസ്റ്റിങ്ങിന് മാജിക്കൽ റിസൾട്ട് തരാനുണ്ട്. ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണല്ലോ ഫാസ്റ്റിംഗ്. ഇപ്പോൾ ബോയിൽഡ് വെജിറ്റബിൾസ് മാത്രം കഴിച്ചുള്ള ഡയറ്റ് ഉണ്ട്, അതല്ലാതെ വാട്ടർ ഫാസ്റ്റിംഗ് ഉണ്ട്, ജ്യൂസ് ഫാസ്റ്റിംഗ് ഉണ്ട്, അതല്ലാതെ ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട്. ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. പക്ഷേ നമ്മളെപ്പോഴും എന്താണ് കണ്ടീഷൻ അനുസരിച്ച് വേണം നമ്മളുടെ ഫാസ്റ്റിംഗ് ഡിസൈഡ് ചെയ്യാൻ എന്നുള്ളതാണ്. അത് ഗട്ട് ഹെൽത്തിൽ ഏത് കണ്ടീഷനിലാണ്, ഇപ്പോൾ ഗ്യാസ്ട്രിക് അസിഡിറ്റി അല്ലെങ്കിൽ ചെസ്റ്റിന് നമ്മളുടെ ഈ നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ അത് പരിഹരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റൂ. ഈ ഗട്ട് ഹെൽത്തിനെ പറ്റി കൂടുതലായിട്ട് പറയാമോ? ഗട്ട് ഹെൽത്ത് എന്നുള്ളത് സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദ ബോഡിയാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ 2ാമത്തെ തലച്ചോറ് എന്നുള്ളത് നമ്മളുടെ ഗട്ട് ഹെൽത്ത് ആണ്. ഗട്ട് ഹെൽത്ത് എന്നുള്ളത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ബേസിക്കലി നമ്മളുടെ ദഹന പ്രക്രിയ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഗട്ട് ഹെൽത്ത്. ഗട്ട് ഹെൽത്ത് ഈസ് റിലേറ്റഡ് ടു എവറിത്തിങ് വാട്ട് എവർ യു സീ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ. ഞാൻ പറയുന്നത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഗട്ട് ഹെൽത്ത് കണക്റ്റഡ് ആണ്. ഇപ്പോൾ മൈഗ്രെയിൻ വരുമ്പോൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് ഗട്ട് ഹെൽത്താണ്. സോറിയാസിസ് വരുമ്പോൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ഗട്ട് ഹെൽത്താണ്. മൈഗ്രെയിൻ എന്താ സംഭവിക്കുന്നത്? തലവേദനയാണ്, നമ്മൾ കുറച്ച് ഓയിൽമെൻറ്റും വിക്സും മറ്റേതൊക്കെ തലയിൽ തേക്കും. പക്ഷേ മൈഗ്രെയിൻ അത് തേച്ച് മാറി ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? മൈഗ്രെയിൻ വീണ്ടും വരികയാണ്. എന്നിട്ട് മൈഗ്രെയിൻ പോകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആ വേദന ആ ഒരു പീരീഡ് ഓഫ് അറ്റാക്ക് പോകുന്നത് ഒരു ഛർദ്ദിക്കുമ്പോഴാണ് മൈഗ്രെയിനുള്ള വേദന പോകുന്നത്. സോറിയാസിസും അങ്ങനെ തന്നെയാണ്. സോറിയാസിസ് ഉള്ളവർക്ക് എല്ലാവർക്കും എപ്പോഴാണ് ചൊറിച്ചിൽ കുറയുന്നത്? അവരുടെ ആരെങ്കിലും പോയി കണ്ട് വയറൊന്ന് ഇളക്കി കളയുമ്പോൾ അവരുടെ ചൊറിച്ചിൽ കുറയും. സോ ഈ സ്കിൻ ഇഷ്യൂവും ഈ പറയുന്ന മൈഗ്രെയിനും ഈ പറയുന്ന നോർമലി നമ്മളുടെ മുമ്പിൽ കാണുന്ന 90% നോർമൽ ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ഇഷ്യൂസും ഡയറക്ട്ലി കണക്റ്റഡ് ടു യുവർ ഗട്ട്. അത് ആൾക്കാർക്ക് അത് പരിഹരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഗട്ട് ഹെൽത്തും നിങ്ങളുടെ സ്കിന്നും കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഗട്ട് ഹെൽത്തും നിങ്ങളുടെ തോട്ടും കണക്റ്റഡ് ആണ്. സ്ട്രെസ്സും ഗട്ട് ഹെൽത്തും കണക്റ്റഡ് ആണ്. സോ എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു ഗട്ട് ഹെൽത്ത്. ഗട്ട് ഹെൽത്ത് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അതിൻ്റെ ഒരു ബാലൻസിങ്ങും അങ്ങനെ ഒരു മാജിക്കൽ സ്പേസ് ആണ്. ഗട്ട് ഹെൽത്ത് ക്ലിയർ ആകുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് 10 ഇരട്ടി ഇമ്പ്രൂവ് ആവും.
അത് ഈ പറയുന്ന വേറൊരു ഏരിയ ആണ്. നമ്മൾക്ക് സ്ട്രെസ് ഉള്ളവർ അല്ലെങ്കിൽ ആൻസൈറ്റി ഉള്ളവർ, ഡിപ്രഷൻ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിനാരിയോ എന്താണ്? അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ സംസാരിച്ചാൽ അവർക്ക് കോൺസ്റ്റിപ്പേഷനാണ്. ഓക്കെ. കോൺസ്റ്റിപ്പേഷനും ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് തമ്മിൽ കണക്റ്റഡ് ആണ്. ആണോ? ആ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്ലീപ്പും ഗട്ട് ഹെൽത്തും തമ്മിൽ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടാത്തൊരു ഭക്ഷണം കഴിക്കുന്ന ദിവസം നിങ്ങളുടെ ഉറക്കം പ്രോപ്പർ ആവണം എന്നില്ല. ശരിയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, ഇത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ നിങ്ങളെ ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ടു യുവർ ഗട്ട് ഹെൽത്ത്. ഓക്കെ. നിങ്ങളുടെ സ്ട്രെസ്സ് കൂടുന്നു, ഗട്ട് ഹെൽത്ത് കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഉറക്കം മര്യാദയ്ക്കാവുന്നില്ല, ഗട്ട് ഹെൽത്ത് ഈസ് വൺ ഓഫ് ദ റീസൺ. എന്ത് കാര്യങ്ങളിലും ഗട്ട് ഹെൽത്ത് ഈസ് കണക്റ്റഡ്. അപ്പോൾ ഈ ഒരു ബെറ്റർ ഗട്ട് ഹെൽത്തിന് വേണ്ടി ഭക്ഷണം നന്നായി കഴിക്കുക എന്നുള്ളതാണോ? നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണോ? നല്ല ഭക്ഷണം എന്നുള്ളത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലൻസ്ഡ് ആവുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്ലേറ്റിന് ഒരു കൃത്യമായ ബാലൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫൈബറും നല്ല ഫാറ്റും കൂടി നിങ്ങൾക്ക് കൃത്യമായ ബാലൻസ് നിങ്ങളുടെ പ്ലേറ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചാലാണ് ഏറ്റവും നല്ല ഗട്ട് ഹെൽത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നമ്മളുടെ ഗട്ട് ഹെൽത്ത് വളരെ വീക്കാവുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റിനോട് അല്ലാത്ത പ്രേമമാണ്, അല്ലേ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലും ഒക്കെ കാർബോഹൈഡ്രേറ്റ് വേണം. കാർബോഹൈഡ്രേറ്റ് വേണ്ട എന്നല്ല, ഞാൻ ഒരു കാർബോഹൈഡ്രേറ്റ് വിരോധിയൊന്നുമല്ല. പക്ഷേ കാർബോഹൈഡ്രേറ്റ് ഒരു പോർഷനിൽ വെക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ആ പ്ലേറ്റിലുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്താനുള്ള ഒരു സെൻസ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അത് ഇപ്പോൾ നിങ്ങൾ രാവിലെ ഇഡലി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻ ഉണ്ടായി എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ആ ഒരു ബാലൻസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ബാലൻസ് ആണ് ഗട്ട് ഹെൽത്തിൻ്റെ ബേസ്. ആ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് സൂപ്പറായിരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, മാജിക്കൽ ചേഞ്ച് ആയിരിക്കും. പക്ഷെ ആ ബാലൻസ് ഉണ്ടാവണം. വേണ്ടാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റണം. വൈറ്റ് ഷുഗർ നമുക്കെല്ലാവർക്കും അറിയാം, വൈറ്റ് പോയിസൺ ആണ്, എത്രയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൈറ്റ് ഷുഗർ എടുത്ത് മാറ്റുമ്പോൾ തന്നെ ഗട്ട് ഹെൽത്തിൽ ഏറ്റവും നല്ല ചേഞ്ചുകൾ കാണാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ഈ വൈറ്റ് ഷുഗർ. അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലാണ് ചേഞ്ച് വരുന്നത്. ഷുഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കാം, ഈ ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഷുഗർ കട്ടാണ്. ഞാൻ മധുരം കഴിക്കാറില്ല. നിവൃത്തിയില്ലാത്തപ്പോഴത്തേക്കിനും ചിലപ്പം വല്ല ക്രേവിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും, അല്ല ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കും എന്നുള്ളതല്ലാതെ ഞാൻ യൂഷ്വലി പൊതുവെ മധുരം കഴിക്കാറില്ല. ഷുഗർ ഉണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് മധുരം വലിയ താല്പര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ചായക്കകത്ത് പോലും മധുരമിട്ട് കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വെറുതെ ബ്ലാക്ക് ടീ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ ഷുഗർ കട്ട് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ശരിക്കും നമ്മൾ ഈ ഷുഗർ കട്ട് ചെയ്തിട്ട് ചോറും ഫ്രഞ്ച് ഫ്രൈസും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ, അതോ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അതാണ് കൂടുതൽ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഗുണമുണ്ടോ? ഇല്ലില്ല, 100% ദോഷമാണല്ലോ. അതിലും ഭേദം ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് കഴിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഷുഗർ കട്ട് ചായക്ക് മധുരം വേണ്ട ചേട്ടാ, ഒരു പഴംപരിയും വിത്തൗട്ട് ചായയും എന്ന് പറയുന്ന പോലെ. പഴംപരിയും വിത്തൗട്ട് ചായയും. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് നമ്മൾ കൂടെ പോകുമ്പം ഷുഗർ വിത്തൗട്ട് അന്നേക്ക് എന്ത് ചെയ്യുന്നു? ഒരു 3 ബിസ്ക്കറ്റ്, 2 റസ്ക്, ഒരു പീസ് കേക്ക്, ഇതൊക്കെയാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഗുണവും പോയി. എല്ലാ ഗുണവും പോയി. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, എല്ലാ ഗുണവും പോയി. ഞാൻ ചെയ്ത കാര്യം അതാ ഞാൻ പറഞ്ഞത്. ആ ഷുഗർ കട്ടല്ല കേട്ടോ ഞാൻ പറയുന്ന ഷുഗർ കട്ട് അതല്ല. അല്ല, നമുക്ക് ഇതൊക്കെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും ഒരു ക്രേവിങ് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കത് ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ചെന്നു ഈ സാധനം ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വരികയാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യുന്നതിനോടോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ നേരെ മറിച്ച് ഇതിനകത്ത് എന്താണ് ബേസിക്കലി നമ്മൾ പറയുന്ന ഒരു സെൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ശരിക്കും എന്താണ് ഷുഗർ കട്ട്? ഷുഗർ കട്ട് എന്നുള്ളത് നമ്മളുടെ ശരീരത്തിന് വേണ്ടാത്തൊരു വൈറ്റ് ഷുഗർ കട്ടാണ് നമ്മൾ ആദ്യം ബേസിക്കലി പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന റൈസിൽ കൂടിയോ അല്ലെങ്കിൽ ഈ ഗോതമ്പിൽ കൂടിയോ ഒക്കെ വരുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് വരാം നമ്മുടെ ശരീരത്തിൽ. അത് വേണ്ടതുമാണല്ലോ, നമുക്ക് എനർജി വേണമല്ലോ, ഗ്ലൂക്കോസ് വേണമല്ലോ. പക്ഷേ അതിൻ്റെ പോർഷൻ കൺട്രോൾ വിട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ പോർഷൻ ഒരിക്കലും നമ്മുടെ കൈ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം, വൈറ്റ് ഷുഗർ നമ്മുടെ ശരീരത്തിന് ഒരു സമയത്തും ആവശ്യമില്ല. വൈറ്റ് ഷുഗർ ഒരു സമയത്തും ആവശ്യമില്ല. വൈറ്റ് ഷുഗർ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് എടുത്ത് മുക്കുന്നതിനകത്ത് ഒരു യൂസും ഇല്ല. കാരണം ആ ഷുഗർ ബിസ്ക്കറ്റിനകത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളിലും ഉള്ള ഷുഗറിൻ്റെ അളവ് നമ്മളെ പേടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ലേ? ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, അവർക്കൊക്കെ കുട്ടികൾക്കുള്ള ഡ്രിങ്കാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനകത്ത് നമ്മൾ അതിൻ്റെ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ ആ കുപ്പിയുടെ പകുതി പഞ്ചസാരയാണ്. സോ അതാണ് കട്ട് ചെയ്യേണ്ടത്.
ആ ഒരു വെള്ള പഞ്ചസാര, വൈറ്റ് ഷുഗർ എന്നുള്ളത് നമ്മളുടെ ശരീരത്തിന് ഒരു സമയത്തും ആവശ്യമില്ലാത്തതാണ്. അതിൻ്റെ നേരിട്ടോ അല്ലാതെയുള്ള ഉപയോഗങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഷുഗർ കട്ടിലൂടെ നമ്മൾ ആൾക്കാർ. നിങ്ങളത് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറയുന്ന കാണാം. ലോകത്ത് എത്ര വില കൂടിയ സിറം ഉപയോഗിച്ചിട്ടുണ്ടാവുന്നേക്കാളും നല്ല ഗ്ലോ നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ മുഖത്തും ഉണ്ടാവുന്ന കാണാം. നിങ്ങൾക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഖക്കുരു നിങ്ങളുടെ മുഖത്തുനിന്ന് പോകുന്ന കാണാം. ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ പലപ്പോഴും ഈ ഷുഗറാണ്, ഈ ഗട്ടാണ്. ഈ ഗട്ടിനെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന വൈറ്റ് പോയിസൺ എടുത്ത് എറിയുക എന്നുള്ളതാണ്. അതുവഴി നിങ്ങൾക്കുണ്ടാവുന്ന വിസിബിൾ റിസൾട്ടാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്? പലപ്പോഴും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിലല്ലേ, അതുണ്ടാവുന്നുണ്ടോ, ഇപ്പോൾ ഡീറ്റോക്സിഫിക്കേഷൻ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ, വൈറ്റ് ഷുഗർ കട്ട് ചെയ്താൽ നിങ്ങൾക്കുണ്ടാവുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മുഖത്ത് ഫീൽ ചെയ്യാം, നിങ്ങളുടെ ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും ഷുഗർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്ന ആളുകളിൽ നിങ്ങൾ കാണുന്ന ചേഞ്ചസ് ഇതൊക്കെ തന്നെയാണോ? ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ആളുകൾക്ക് കാണുന്ന മാജിക്കൽ ചേഞ്ചുകൾ, ഒന്ന് അവരുടെ സ്ലീപ്പ് കുറച്ചൊരു ബെറ്റർ ആവും. രണ്ട്, അവരുടെ മുഖം ഭയങ്കരമായി ഗ്ലോ ആവും. അവർക്ക് ഏറ്റവും ഭംഗിയുള്ള സ്കിൻ കിട്ടും. ഞാൻ പറയുന്നത് ഗ്ലോ എന്നുള്ളത് വൈറ്റ് എന്നുള്ളതിനപ്പുറം അവർക്ക് നമുക്ക് ഭംഗിയുള്ളൊരു സ്കിൻ അവരുടെ നേച്ചറിലേക്ക് വരും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അവരുടെ മോഷൻസ് വളരെ ക്ലിയർ ആയിരിക്കും. ഞാൻ പറയാം, എത്ര കാശുള്ളവനും വയറ്റ് നന്നായിട്ട് പോയില്ലേ തീർന്നില്ലേ. നമ്മളുടെ ബാങ്കിൽ ഒരു 50 കോടിയോ 100 കോടിയോ 1000 കോടിയോ ഉണ്ടെങ്കിലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ എന്താ അവസ്ഥ? നമ്മൾ കാണുന്ന പലരുടെയും അവസ്ഥ അതാണ്. ഭക്ഷണം കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് നന്നായിട്ട് പോകുന്നില്ല. സോ അപ്പോൾ നമുക്കൊരു സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കാശ് അല്ലെങ്കിൽ ഈ പറയുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ലക്ഷറി ഒക്കെ ഉള്ളപ്പോൾ കൃത്യമാവാതെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വയറായിരിക്കും. ആ മോഷനെ ക്ലിയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഷുഗർ കട്ടാണ്. ഷുഗർ കട്ട് വിസിബിൾ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഷുഗർ കട്ട് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു വെയിറ്റ് ലോസ് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. 100%. അപ്പോൾ നിങ്ങൾ ഈ ആത്മയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഈ ഹെൽത്ത് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമായിട്ട് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞൊരു സംഭവമാണല്ലോ. അപ്പോൾ വെയിറ്റ് ലോസ് ധാരാളം ആളുകൾക്ക് നിങ്ങൾ ചെയ്തിട്ടുമുണ്ട് അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? വെയിറ്റ് ലോസ് നമ്മൾ ആത്മയിൽ OP ക്ലിനിക്സിൽ, ഇപ്പോൾ കോട്ടയത്തും കൊച്ചിയിലും അവിടെയൊക്കെ OP ക്ലിനിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു 30 days ചലഞ്ചാണ്. 30 ദിവസം കൊണ്ട് ഉള്ളൊരു ചലഞ്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ 30 ദിവസം കൊണ്ട് അവർക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ ഈ ഉദ്വർത്തനവും മസാജും സ്റ്റീം ബാത്തും അങ്ങനെ ഉണ്ട്. അതിനെല്ലാം അപ്പുറം ഈ 30 days OP തന്നെ. അപ്പോൾ ഈ OPയിലെ 30 days ചലഞ്ച് കൊണ്ട് അതിനകത്തൊരു 7 ദിവസമാണ് അവർ ആ ക്ലിനിക്കിൽ വരേണ്ടത്. ബാക്കി 23 days അവരുടെ വീട്ടിൽ ഇരുന്ന് തന്നെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റും. നടക്കുമോ? വീട്ടിൽ ഇരുന്ന് നമ്മൾ ചെയ്യുമോ? ഞങ്ങൾക്ക് അതിൻ്റെ ഫോളോ അപ്പ് സിസ്റ്റം ഉണ്ട്. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നമുക്ക് കാരണം എന്താ വെച്ചാൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെയും വൈകിട്ട് യോഗ. ഓൺലൈൻ്റെ ഒരു ഗുണം അതാണ് ചേട്ടാ. നമുക്ക് എല്ലാ ദിവസവും വന്നു പോകാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പം വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അവരോട് എല്ലാ ദിവസവും ആത്മീയം ഒന്ന് സ്റ്റേ ചെയ്യാൻ പറഞ്ഞാൽ പ്രാക്ടിക്കലി അവർക്ക് പോസിബിൾ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങളുടെ നോർമൽ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതാണ്. ഈ 30 days ചലഞ്ചിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് 30 days കൊണ്ട് 13 കിലോ വരെ കുറഞ്ഞവരുണ്ട്. ഞാൻ പറഞ്ഞ അതൊരു 100% കുറഞ്ഞു. പക്ഷെ അതൊരു എല്ലാവർക്കും ഇപ്പം നാളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വന്ന് 30 ദിവസം കൊണ്ട് അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ കുറയത്തേ ഇല്ല. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. പക്ഷേ നമ്മൾ പറയുന്നൊരു കാര്യം നമ്മൾ അവരെ പഠിപ്പിക്കും എന്നുള്ളതാണ്. പലരിൽ നിന്നും വ്യത്യസ്തമായി ആത്മ ചെയ്യുന്ന എന്ന് നമ്മൾ വിശ്വസിക്കുന്നൊരു കാര്യം നമ്മളവരെ പഠിപ്പിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത്, എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കുറയുന്ന വെയിറ്റ് എന്തുകൊണ്ട് കുറഞ്ഞു, അതെങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് അത് പഠിപ്പിക്കുന്ന 30 days ആണ് നമ്മൾ ആത്മയിൽ ഒരു OP ക്ലിനിക്കിൽ. IP ക്ലിനിക്കിൽ 10 days, 15 days, 21 days വന്ന് താമസിച്ച് നമ്മൾ തന്നെ ഭക്ഷണവും കൊടുത്ത് നമ്മൾ തന്നെ അവരുടെ ഹോൾ ഡേ ടേക്ക് കെയർ ചെയ്തുള്ള വെയിറ്റ് ലോസ് പാക്കേജ് സിസ്റ്റമാണ് ഉള്ളത്. നല്ലൊരു ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഏതില്ല? ഞാനിപ്പോൾ 21 ദിവസം നിങ്ങളുടെ ക്ലിനിക്കിൽ വന്ന് താമസിച്ച് വെയിറ്റ് ലോസ് ട്രീറ്റ്മെന്റിന് വരികയാണ്, ഇത്ര കിലോ എനിക്ക് കുറച്ച് തരാൻ പറ്റും? പറയാം. നിങ്ങളൊരു 100 കിലോ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ 21 days താമസിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 8 to 12 kg കുറയും. നിങ്ങളൊരു 90 kg ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു 8 to 10 kg അല്ലെങ്കിൽ ഒരു 7 to 10 kg കുറയും.
ഒരു 90ക്ക് താഴെ ഒരു 80 ആണ് നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് കുറയ്ക്കേണ്ടത്. എന്താണെങ്കിലും 21 ഡേയ്സ് കൊണ്ട് എബോവ് ഒരു 6 kg നിങ്ങളുടെ കുറഞ്ഞിരിക്കും. ഇതിനകത്ത് വർക്കൗട്ട് ഒക്കെ ഇൻക്ലൂഡഡ് ആണോ? യോഗ ഇൻക്ലൂഡഡ് ആണ്. യോഗയാണ്. അല്ലാതെ നിങ്ങൾ വർക്കൗട്ട് അല്ല, യോഗയാണ്, ഡയറ്റ് ഉണ്ട്, പിന്നെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഈ പറയുന്ന മസാജുകളുണ്ട്, പലതരത്തിലുള്ള മസാജുകളുണ്ട്, പലതരത്തിലുള്ള മസാജ് ചെയ്താൽ വെയിറ്റ് കുറയും. മസാജ് ഡിപ്പെൻസ്. ഈ ബുദ്ധ്വർത്തനം നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പൗഡർ മസാജ്. വളരെ നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ പറയുന്ന എക്സസൈസുകളും ഡയറ്റുകളും അതിനോടൊപ്പം സ്റ്റീം ബാത്ത് നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. സോ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഓരോ 10ഓളം ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവും ഒരു ദിവസം പെർ ഡേ. രാവിലെ 7 മണിക്ക് യോഗ മുതൽ തുടങ്ങിയാൽ രാത്രി ഒരു 7:30 വരെ, നിങ്ങളുടെ ഡിന്നർ കഴിഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് വരെ ഏകദേശം ഒരു 10ഓളം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ആ ട്രീറ്റ്മെൻറ്റ്സിലൂടെ ഇപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസിനെ ഫോക്കസ് ചെയ്തുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും, ഭക്ഷണമായിരിക്കും ആ തരുന്നത് മുഴുവൻ. സോ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു എബോവ് 5 kg നിങ്ങൾക്ക് അഷുറൻസ് തരാൻ പറ്റുന്നത്. ഈ വെയിറ്റ് ലോസ് ചെയ്തു, നമ്മൾ വന്നു വെയിറ്റ് നമ്മളൊരു 10 കിലോ കുറച്ചു. ഈ വെയിറ്റ് ലോസ് ചെയ്തിരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ശരീരത്തിൽ ഒരു ചേഞ്ച്, വളരെ നല്ലൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ എനിക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു 2 കിലോ കുറയ്ക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് അറിയാൻ പറ്റും. അതായത് നമ്മുടെ തോളത്തുനിന്നൊരു വെയിറ്റ് ഉള്ള ഒരു ബാഗ് എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും, നല്ല ഡ്രസ്സ് ഇടാം, നല്ല കോൺഫിഡൻസ് കിട്ടും, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണോ അതോ ഒരു ഡിസീസ് കൺട്രോളിന് വേണ്ടിയുള്ളൊരു സംഭവമായിട്ട് മാത്രം? അല്ല, ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു തീരുമാനമാണ്. അതൊരു ഡിസീസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് സ്വാഭാവികമായിട്ടും സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഡിസീസിനുള്ള പ്രിവെൻഷൻ കൂടിയാണ് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്നുള്ളത്. നിങ്ങൾക്ക് ഇന്ന് നമ്മളുടെ ചുറ്റും കാണുന്ന പല രോഗങ്ങളിൽ നിന്നുള്ള ഒരു ഒരു പ്രിവെൻഷൻ പോലെയാണ് ഈ വെയിറ്റ് ലോസ് എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം എന്തുകൊണ്ട് കൃത്യമായി വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ ഒരുപക്ഷെ കുറച്ച് പേരുടെ വെയിറ്റ് കുറയും. ഇപ്പോൾ പട്ടിണി കിടന്നാൽ വെയിറ്റ് കുറയും. പട്ടിണി കിടന്ന് കുറയുന്ന വെയിറ്റ് അതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ തിരിച്ചു വരും. മനസ്സിലായി ഇല്ലേ? അത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻഡ് അല്ലാത്ത പട്ടിണി കിടക്കുമ്പോൾ നമുക്ക് മസിൽ വേസ്റ്റേജ് ഉണ്ടാവും, നമ്മൾ കൂടുതൽ വീക്കാവും. അതല്ലാതെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം. നമുക്ക് ആ ഒരു മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കാൻ അപ്പോൾ വർക്കൗട്ടും കൂടെ ചെയ്യണ്ടേ? എന്തിന്, എവിടെയാ? നമുക്ക് ഈ മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയേ ഒരു വർക്കൗട്ടും കൂടി ഇതിന്റെ കൂട്ടത്തിൽ വേണ്ടതല്ലേ? ബേസിക് യോഗ എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ? അതെ. അവർക്ക് ഈ പറയുന്ന വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോഴല്ലേ സുധീരൻ ചോദിച്ചാൽ, ഈ വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി കറക്റ്റ്. അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ ഈ യോഗ കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഡൈനാമിക് യോഗകൾ വൈകിട്ടുണ്ടാവും. ആ വെയിറ്റ് ലോസ് ജേർണിയിലുള്ള യോഗയിൽ അവർക്ക് ഈ അവരുടെ മസിൽസ്, അവരുടെ നോർമൽ ബോഡിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ ഉണ്ടാവും. നിങ്ങളുടെ ഈ ഡയറ്റിൽ ഫുഡ് നിങ്ങൾ എല്ലാ ടൈപ്പ് ഫുഡും കൊടുക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് ക്വാണ്ടിറ്റി കൺട്രോൾഡ് ആണോ? ക്വാണ്ടിറ്റിക്ക് അപ്പുറം നമ്മളുടെ ബാലൻസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വയറ് നിറയാനുള്ള ഭക്ഷണം ഉണ്ടാവും, വയറ് നിറയാനുള്ള ഒരു പ്ലേറ്റ് നിറച്ച് ഭക്ഷണം ഉണ്ടാവും. ചിലപ്പോൾ സാലഡ്സ് ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എഗ് ആയിരിക്കും നമുക്കുള്ളത്, അല്ലെങ്കിൽ കുറച്ച് റൈസ് ഉണ്ടാവും. സോ ക്വാണ്ടിറ്റിക്കപ്പുറം ഒരു ബാലൻസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ കഴിക്കാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റിന് പകരം കുറച്ച് നല്ല പ്രോട്ടീൻ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഫൈബർ ആയിരിക്കും. അത് നമ്മൾ തന്നുകൊണ്ടേയിരിക്കും. ലോ കാലറി ഫുഡ് കഴിച്ചാൽ വെയിറ്റ് ലോസ് സംഭവിക്കും എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. ലോ കാലറി ഫുഡ് കഴിച്ചാൽ വെയിറ്റ് ലോസ് സംഭവിക്കും. അതായത് ഈ ലോ കാർബോഹൈഡ്രേറ്റ് ആണ് പലപ്പോഴും കൂടുതൽ എഫക്റ്റീവ് ആവുക. കലോറിക്ക് അപ്പുറം കലോറി കൺസെപ്റ്റുകൾ പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോകത്ത് കലോറി കൺസെപ്റ്റുകൾക്കപ്പുറം ഈ പറഞ്ഞ ബാലൻസ്ഡ് പ്ലേറ്റിലേക്കാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു നല്ല ഫാറ്റ് അല്ലെങ്കിൽ ഒരു ചിക്കൻ, നേരത്തെ കലോറി കൺസെപ്റ്റിൽ നമുക്കൊരു പ്ലേറ്റ് ചിക്കൻ കഴിക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കലോറി ആയി അല്ലേ, അങ്ങനെയാണ്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ ഒരു ബാലൻസ്ഡ് പ്ലേറ്റിലാണ് ഇപ്പോഴത്തെ ഒരു മോഡേൺ ന്യൂട്രീഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പ്ലേറ്റിനകത്ത് ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫൈബറും ഫാറ്റും റിച്ച് ആവണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബാലൻസ്ഡ് ആണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഫാമിലി ബിസിനസ് ആണോ എല്ലാവരും, അതോ ഹൗ ഡു ഐ മീൻ നിങ്ങളിപ്പോൾ ഡോക്ടറായിട്ട് ബിസിനസ് ആണല്ലോ തുടങ്ങിയിരിക്കുന്നത്. സോ എന്താണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബിസിനസ് ആരുമില്ല. അച്ഛൻ അമ്പലത്തിൽ തിരുമേനിയായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അമ്മ സ്കൂൾ ടീച്ചറാണ്, അമ്മ ഇപ്പോൾ സംസ്കൃതം ടീച്ചറാണ്. അനിയൻ എൻ്റെ കൂടെ ആത്മയുടെ കമ്പനിയുടെ ഒരു ഡയറക്ടറാണ്. അവനിപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ കമ്പനിയുടെ ഡയറക്ടറും കൂടിയാണ്. എൻ്റെ ഫാമിലിയിൽ ആരും ബിസിനസ് ചെയ്യുന്നവരില്ല. അച്ഛനും അമ്മയൊക്കെ ഗവൺമെൻറ് ജോലിയാണ്. അച്ഛൻ്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലും ആരും ബിസിനസ് ചെയ്യുന്നവരില്ല.
പക്ഷേ പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഞാൻ കോട്ടയത്താണല്ലോ. എൻ്റെ +1 +2 പഠിച്ച ഏതാണ്ട് 36 പേരുണ്ട് ക്ലാസ്മേറ്റ്സ്. അതിൽ 30-ലധികം ആൾക്കാർ ഇപ്പോൾ UK കാനഡയിലുമാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ നടത്തണമെങ്കിൽ കൂടുതൽ എളുപ്പം എന്നുള്ള സിറ്റുവേഷനിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് 2-3 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വെളിയിലോട്ടൊക്കെ പോകാനുള്ള ഓപ്ഷൻസ് ആയിരുന്നു. അങ്ങോട്ട് പോകണമെങ്കിൽ ആ സമയത്ത് ഏതാണ്ട് 10-25 ലക്ഷം രൂപയൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കി ലോൺ എടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഞാനൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ആത്മ എന്നുള്ളത്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാമല്ലോ. നമുക്ക് ആ ഒരു റിസ്ക് എടുത്ത് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ ഈ നാട് വിട്ട് പോയാൽ മതിയല്ലോ എന്നുള്ള തോട്ടിൽ നിന്നാണ് ഇവിടെ തന്നെ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ളൊരു തോട്ടിൽ ആത്മ എന്നുള്ളത് നമ്മൾ കോട്ടയത്ത് ആരംഭിക്കുന്നത്. സോ അങ്ങനെയാണ് ആത്മയുടെ യാത്ര ആരംഭിച്ചത്. യാത്രകൾ ഇഷ്ടംപോലെ ചെയ്യാറുണ്ടോ? അത്യാവശ്യത്തിന് ചെയ്യാം. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ ഈ പറയുന്ന നമ്മളുടെ GCC കൺട്രീസ് അത്യാവശ്യം UAE, നമ്മുടെ ദുബായ്, അബുദാബി അവിടെയൊക്കെ പോയി. പിന്നെ US 2 പ്രാവശ്യം പോയി. അത് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അവിടെ ഒരു 12 സ്റ്റേറ്റിൽ കറങ്ങി അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രസീൽ, അർജൻറ്റീന, പരഗ്വേ, അന്റാർട്ടിക്ക, അങ്ങനെയൊക്കെ ഒരു ആ ഏരിയ, നമ്മുടെ സൗത്ത് അമേരിക്കയും കുറച്ച് കവർ ചെയ്തു. പിന്നെ നേപ്പാൾ ഞാൻ പോയി സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. 1 month ഒക്കെ പോയി സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് നേപ്പാൾ, തായ്ലൻഡ്, അവിടെയൊക്കെ പോകാറുണ്ട്. യാത്രകളിലൂടെ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ? നിങ്ങളൊരു നാച്ചുറോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. യാത്രകളിലൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? യാത്ര ഞാൻ എൻ്റെ ആദ്യത്തെ മീൻസ് ഒരു എൻ്റർടൈനിങ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്ര 2021 Jan 1 നിങ്ങളൊക്കെ പോകുന്നത് കണ്ടിട്ട് നമ്മളൊരു റോഡ് ട്രിപ്പ് പോയിരുന്നു. ഇന്ത്യയിലെ ഒരു 20 സ്റ്റേറ്റിൽ 42 ദിവസം നമ്മൾ നമ്മുടെ കാറിൽ ഈ പെട്രോൾ പമ്പിലൊക്കെ കിടന്ന് ഒരു ദിവസം ഒരു ഹോട്ടൽ റൂം എടുക്കാതെ പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ച് കിടന്നിട്ടാണ് 42 ദിവസം ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പം അതാണ്, അവിടെ മുതലാണ് യാത്രകൾ നമുക്ക് തരുന്ന ഒരു പാഠം നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. കൾച്ചറലി ഡിഫറെൻ്റ് ആണല്ലോ. എല്ലാ കൾച്ചറും നമ്മളെ എപ്പോഴും എല്ലാ സംസ്കാരങ്ങളും നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ കറക്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ 20 സ്റ്റേറ്റിൽ പോയി നമ്മൾ തിരിച്ച് നമ്മളോട് ചോദിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് എന്നുള്ളതാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് പറയാൻ പറ്റുന്നില്ല, സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ലോകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെ വന്ന് തറ തുടയ്ക്കുകയും ഫുഡ് വിളമ്പിത്തരികയും അതിൽ IPS, IAS, ചുമട്ട് തൊഴിലാളിയും ഡ്രൈവർമാരും എല്ലാ മന്ത്രിമാരും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ ഈ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ അല്ലേ. അവിടെ പോയാൽ നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും എല്ലാ ജോലികളും ചെയ്യുന്നത് കാണാൻ പറ്റും. അതൊക്കെ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. 24 മണിക്കൂർ നടക്കുന്ന ഭക്ഷണവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിറ്റിയുടെ, അതിന് പല തലങ്ങളും ഉണ്ടാവും, പക്ഷേ അങ്ങനെയുള്ള ഒരു ഐക്യത്തിൻ്റെത് കണ്ടു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മളുടെ ലൈഫിൽ പഠിക്കുന്ന പാഠം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലും കൊണ്ടുവരാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ആ ഒരു ബോണ്ടിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ്, ഓരോ രീതിയിലാണ് നമ്മൾ കൾച്ചറിൽ. ഇപ്പം നമ്മൾ നേപ്പാളിൽ പോകുമ്പോൾ, നേപ്പാളിൽ ഏത് രാത്രിയിൽ പോയാലും, ഇപ്പം ഞാനൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് പോകുന്നത്, ഏത് രാത്രിയിൽ പോയാലും ആദ്യമായിട്ടാണ് നമ്മൾ ആ വീട്ടിൽ പോകുന്നതെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന ചില ആതിഥ്യ മര്യാദകളുണ്ട്. അവർ വരുന്നു, അവർ ദീപം ഒഴിയുന്നു, അവർ നമുക്ക് ടിക്ക തൊട്ട് തരുന്നു. അപ്പോൾ അതൊരു ഹോസ്റ്റിങ്ങിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പായ കാര്യമാണ്. ആത്മയിൽ ഞാൻ എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനോട് നമ്മളുടെ അവിടെ ഗസ്റ്റിനെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നേപ്പാളിലെ ആ ഹോസ്റ്റിംഗ് കൾച്ചർ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ ഗോൾഡൻ ടെമ്പിളിൽ നമുക്ക് കാണാൻ പറ്റുന്ന യൂണിറ്റി അല്ലെങ്കിൽ ആ ബോണ്ടിങ് എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിനെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ നല്ലത് മോശമുണ്ടല്ലോ. ഇപ്പം നമ്മൾ സൗത്ത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഒരിക്കലും അനുഭവിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നല്ലത് മോശവുമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ഇപ്പോഴുള്ള ഈ സംരംഭ ജീവിതത്തിലോ അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ എന്നുള്ള ജീവിതത്തിലോ വല്ലാതെ സ്വാധീനിക്കുന്ന ഓരോ മൊമെൻറ്റിലും യാത്രകൾ നമുക്ക്. പിന്നെ എനിക്ക് ഏറ്റവും നല്ല സൗഹൃദങ്ങൾ തന്നത് യാത്രയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയുള്ള സൗഹൃദങ്ങൾ തന്നതും യാത്രയാണ്. സോ യാത്രകളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ വെൽനസ് മേഖലയിൽ നമുക്ക് ധാരാളം സ്ഥാപനങ്ങൾ മുഖ്യനും മുറുകയും കാണാൻ സാധിക്കും. ഇപ്പം ഇഷ്ടം പോലെ വെൽനസ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് പല പരിപാടികളും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഫേക്ക് ആൾക്കാരുമുണ്ട്. കറക്റ്റ്. എങ്ങനെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ നമ്മളുടെ ഫീൽഡിലും ഫേക്ക് ആൾക്കാരുണ്ട്. അവർ കാരണം നമ്മൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. നമുക്കും പ്രശ്നങ്ങളും ഉണ്ട്. 2-3 കാര്യങ്ങളാണ് സുജിതേട്ടാ. ഒന്ന്, ഗവൺമെൻറ് ഇതിനെതിരെ കൃത്യമായ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. കാരണം അവർ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 2025 തന്നെ ഏതാണ്ട് 2-3 മരണങ്ങൾ റിപ്പോർട്ടായി ന്യൂസായി കഴിഞ്ഞു. വ്യാജ അക്യുപഞ്ചറിസ്റ്റുകൾ എന്നുള്ളൊരു ഗ്രൂപ്പ് കാരണം അമ്മ മരിക്കുന്നു, കുഞ്ഞു മരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞിനൊന്നും ഒരിക്കലും അക്യുപഞ്ചറിൽ ചികിത്സയില്ല. അത് നമ്മളിപ്പോൾ മെഡിക്കലി അക്യുപഞ്ചർ പഠിച്ചത് BNYS ഡോക്ടേഴ്സാണ്, ഗ്രാജുവേറ്റ്സ് എന്നുള്ള നിലയ്ക്ക്. അതല്ലാതെ 3 മാസത്തെ ഡിപ്ലോമ കോഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അക്യുപഞ്ചർ തേർഡ് ഇയറിലെ നമ്മൾ ടോപ്പിക്കാണ്. അക്യുപഞ്ചർ ആൻഡ് അക്യുപ്രഷർ എന്നുള്ളത് തേർഡ് ഇയറിലെ നമ്മുടെ ടോപ്പിക്കാണ്. അതിൽ പഠിച്ച് 3 എക്സാമും തിയറിയും പാസ്സായി വൈവേയും കഴിഞ്ഞ് പ്രാക്ടിക്കലി ഇപ്പോൾ നിങ്ങളവിടെ വന്നാൽ നിങ്ങൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്ന് പറഞ്ഞാൽ അതിന് വേണ്ട പോയിന്റ് പ്രിക്ക് ചെയ്തുള്ള എക്സാം, പ്രാക്ടിക്കൽ എക്സാമും കഴിഞ്ഞിട്ടുള്ള നാച്ചുറോപ്പതി ഡോക്ടേഴ്സാണ് യഥാർത്ഥത്തിൽ അക്യുപഞ്ചർ പഠിച്ചത്. പിന്നെ ഉള്ളതൊക്കെ ഡിപ്ലോമ പഠിച്ചവരാണ്. അവരാണ് ഈ ഫേക്ക് എന്നുള്ള രൂപത്തിൽ നമുക്ക് കേരളത്തിൽ വൺ ഓഫ് ദ മെയിൻ ആളുകൾക്ക് സമൂഹത്തിനൊരു വലിയ പ്രശ്നമായി മാറുന്നത്. കാരണം ഓൺലൈനിൽ കൂടി ഒരു അക്യുപഞ്ചർ പഠിപ്പിക്കുകയാണ്. ഓൺലൈനിൽ കൂടി അക്യുപഞ്ചർ പഠിപ്പിച്ച് ഒരിക്കൽ പോലും നേരിട്ട് കാണാതെ ഓൺലൈനിൽ കൂടി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ അവിടെ വരികയാണ്. സോ അവരെ നമുക്ക് കാണാനുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മെഡിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരാളാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോഴത്തേക്കും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, യഥാർത്ഥത്തിൽ അതൊരു വലിയ ചോദ്യമാണ്. അത് ഗവൺമെന്റിൽ നോക്കണ്ട. അതെ, അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മളും വലിയ ചോദ്യങ്ങൾ ഫേസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു അക്യുപഞ്ചറിന്റെ പ്രശ്നം ഒരു സ്ഥലത്തുണ്ടായി, ഒരു മരണം നടന്നു കഴിഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് ന്യൂസ് ചാനലിൽ നോക്കുമ്പോൾ വ്യാജ അക്യുപഞ്ചറിസ്റ്റുകളും യഥാർത്ഥ അക്യുപഞ്ചറിസ്റ്റുകളും തമ്മിൽ തർക്കം നടക്കുകയാണ്. യഥാർത്ഥ അക്യുപഞ്ചറിസ്റ്റും വ്യാജയാണ്, ഒറിജിനൽ വ്യാജ അക്യുപഞ്ചറിസ്റ്റും വ്യാജമാണ്. 2 വ്യാജന്മാർ തമ്മിലാണ് ചർച്ച നടക്കുന്നത്. നമ്മൾ അവരുടെ ഡിഗ്രിയും കോഴ്സുകളൊക്കെ നോക്കുമ്പോൾ എല്ലാം, ഒരാൾ ശ്രീലങ്കയിൽ നിന്ന് അക്യുപഞ്ചർ BNYS ഡിഗ്രി എടുത്തു എന്നാണ് സർട്ടിഫിക്കറ്റ്. അതേ സമയത്ത് അതേ ടൈമിൽ ഗുജറാത്തിൽ നിന്ന് MBA എടുത്തു എന്നും സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ അതുപോലെ ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിന് ഗവൺമെൻറ് തക്കതായ നടപടി എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാട്ടുകാരോടൊപ്പം അനുഭവിക്കുന്ന നമ്മളും അക്യുപഞ്ചർ ചെയ്യുന്നു, നമ്മളോടും ആൾക്കാർ ചോദ്യം ചോദിക്കുന്നു. സോ അതൊരു വലിയ ഇഷ്യൂ ആണ് ഈ ഫേക്ക് പ്രാക്ടീസേഴ്സ് ഉള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ച് എങ്ങനെ ഈ ഫേക്കിനെ കണ്ടുപിടിക്കും? അതാണ് ഇപ്പോൾ ഗവൺമെൻറ് ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്കിനും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങി, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത ഡോക്ടേഴ്സ്, നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും, പക്ഷേ ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിന് പ്രശ്നം ഇല്ല. സുഹിത്തര, അതിന് വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാനൊരു വ്യാജ അക്യുപഞ്ചറിസ്റ്റ് ആണ് എന്ന് വിചാരിച്ചോളൂ. സുഹിത്തേട്ടനൊരു നാച്ചുറോപ്പതി ഡോക്ടറാണ് എന്ന് വിചാരിച്ചോളൂ. ഞാൻ സുഹിത്തേട്ടനെ അങ്ങ് എടുക്കുകയാണ്. മനസ്സിലായി. സുഹിത്തേട്ടനെ എടുത്തിട്ട് ഈ റൂമിനകത്ത് ഇരുത്തുകയാണ്. എന്നിട്ട് ഈ റൂമിലിരുന്ന് ഞാൻ കൺസൾട്ട് ചെയ്ത് ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് വിടുകയാണ്. അത് പല ഇഷ്യൂസ് ഉണ്ട്. അതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ ഗവൺമെന്റ് സിസ്റ്റം അല്ല, സാധാരണക്കാർക്കോ നമ്മളെപ്പോലുള്ളവർക്ക് പറയാം. അല്ലെങ്കിൽ നാളെ വന്നിട്ട് ഇന്ന സ്ഥലം ഫേക്കാണ് എന്ന് പറയാം എന്നുള്ളൂ. പക്ഷെ അതൊരു ഈഗോ, ഒരു വേറെ രീതിയിലേക്ക് പോകും എന്നല്ലാതെ ഇന്ന സ്ഥാപനങ്ങൾ പേരെടുത്ത് പറഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഗവൺമെന്റ് ഷുഡ് ടേക്ക് ആക്ഷൻ. എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ആള് മോഡേൺ മെഡിസിൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഏതാണ്ട് 1.5 കൊല്ലം ഒരു സ്ഥലത്ത് ചികിത്സിച്ചു. സോ എല്ലാത്തിലും ആ പ്രശ്നങ്ങളുണ്ട്. ഇത് ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്താൽ മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഈ വ്യാജ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ വ്യാജ പ്രാക്ടീഷണേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഈ ആത്മീയമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഗ്യാസ് എന്ന് പറഞ്ഞ എന്തൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടല്ലേ? ആത്മീയമായിട്ട് റിലേറ്റഡ് അല്ല, അതൊരു വേറൊരു എൻറ്റിറ്റിയാണ്. നമ്മളുടെ ഒരു 3 സുഹൃത്തുക്കൾ കൂടി തുടങ്ങിയ ഒരു സംഭവമാണ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗോവിന്ദ് അഭിജിത്ത് സാരംഗ് എന്നാണ് ഗ്യാസിൻ്റെ അത് ആക്ച്വലി നമ്മുടെ കൂടെയുള്ള ഗോവിന്ദിൻ്റെ ഇനിഷ്യേറ്റീവാണ്. അത് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പറയുന്നതൊക്കെ മനുഷ്യന്മാരുടെ ആരോഗ്യത്തെ പറ്റിയാണല്ലോ. അപ്പം അതിനോടൊപ്പം എൻ്റെ കൂടെയുള്ള ഗോവിന്ദിൻ്റെ ആഗ്രഹമാണ് ഈ പെറ്റുകളുടെ ആരോഗ്യം ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത്, ഒരു പെറ്റ്സ് ഹെൽത്തിന് വേണ്ടിയുള്ളത്. ഗ്യാസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ്. ഇത് പെറ്റ് സൊമാറ്റോ ആണ്. അതായത് ഇപ്പോൾ കൊച്ചിയിലുണ്ട്. നിങ്ങളുടെ പെറ്റിന് ഫുഡ് ലൈവായിട്ട് ഓർഡർ ചെയ്യാം. പാക്കറ്റ് ഫുഡുകൾ പലതും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ എവരിവെയർ. ഇത് കുക്ക് ചെയ്ത ഭക്ഷണമാണ്.
അത് ശരി, കുക്ക് ചെയ്ത ഫുഡോ? കുക്ക് ചെയ്ത ഫുഡ്. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒരു നായക്കുട്ടിയാണെങ്കിൽ അതിൻ്റെ ബിഹേവിയർ അനുസരിച്ച്, അപ്പോൾ അത് അഗ്രസീവ് ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അങ്ങനെ, അതിൻ്റെ ബിഹേവിയർ അനുസരിച്ച് കുക്ക് ചെയ്ത ഫുഡ് വിത്തിൻ ഹാഫ് ആൻ അവർ കുക്ക് ചെയ്തിട്ട് ആ പട്ടിക്ക് കൊണ്ട് കൊടുക്കുന്ന കൺസെപ്റ്റാണ് കൊച്ചിയിലുണ്ട്. അപ്പോൾ അതാണ് ഗ്യാസ് പെറ്റ് ഫുഡ് എന്നുള്ളത്. അത് നമ്മളുടെ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവാണ്. ഞാനും 2 സുഹൃത്തുക്കളും കൂടി തുടങ്ങിയൊരു ഇനിഷ്യേറ്റീവാണ്. അത് പട്ടികളെയും മനുഷ്യന്മാരെയും ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ. പട്ടികൾക്ക് മാത്രമേ ഉള്ളത്? മെയിൻലി ഇപ്പം നമ്മൾ ഡോഗ്സിനാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ന്യൂ തിങ്സ്. പിന്നെ നമുക്ക് ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇപ്പം നമുക്ക് കുറേ പുതിയൊരു ആശയം കാണാൻ സാധിക്കാറുണ്ട്. ഈ ബാലൻസ്ഡ് ഫുഡ്, ഹെൽത്തി ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ പലതരത്തിലുള്ള ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഫുഡൊക്കെ കൊടുക്കുന്ന കഫേസും റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ റിയലിസ്റ്റിക്കലി പോസിബിൾ ആണോ? സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 100% പോസിബിൾ ആണ്. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇപ്പം എക്സ്പെൻസ് ശരിക്കും ഒരു പ്രശ്നമായി വരുന്നില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ പൈസ കൊടുത്താലും കിട്ടാത്ത കാര്യങ്ങളാണല്ലോ നമ്മുടെ ചുറ്റുമുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 150 രൂപയ്ക്ക് ബിരിയാണി കിട്ടുമ്പോഴത്തേക്കിനും 200 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ച് അല്ലെങ്കിൽ ഇച്ചിരി പുഴുങ്ങിയ സാധനം വാങ്ങിച്ച് കഴിക്കണോ എന്നുള്ള ചിന്താഗതി ആൾക്കാർക്ക് വരുമല്ലോ. പക്ഷെ വിവരമുള്ളവർക്ക് വരില്ല. അല്ല, വിവരമുള്ളവർക്ക് വരില്ലെന്ന് മാത്രമല്ല, ഇതിനകത്ത് പ്രശ്നം എന്നറിയോ, അൺഫോർച്ചുനേറ്റ്ലി 150 രൂപയുടെ ബിരിയാണി കിട്ടുമ്പോൾ 200 രൂപയുടെ പച്ചക്കറി മേടിച്ച് കഴിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആള് 2 ലക്ഷം രൂപ ആശുപത്രി കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 50 രൂപ സേവ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുറത്തെ ലക്ഷങ്ങൾ കളയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരു കഫേക്ക് വലിയ സാധ്യത ഉണ്ട്. കാരണം ആളുകൾക്കിപ്പോൾ നമ്മളൊരു ഡയറ്റ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ എവിടെ കിട്ടും ഡോക്ടറെ എന്നാണ്. നമ്മളൊരു ഡയറ്റ് ചാർട്ട് കൊടുത്താൽ പലതിലും കിട്ടും. അപ്പം കൊച്ചിയിലുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടും എന്ന് പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആളുകൾ ഫോളോ ചെയ്യുന്നതിൻ്റെ കുറേ ഇരട്ടി അതിന് ഫോളോ അപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവക്കാഡോ സലാഡോ അല്ലെങ്കിൽ അവക്കാഡോ മാഷ് ചെയ്ത സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇത് അവക്കാഡോ തന്നെ വാങ്ങണ്ടേ? അതിനെല്ല നമ്മുടെ അവിടെ വന്നാലേ ഈ പംകിൻ പിസ്സയൊക്കെ ഉണ്ട്, ഭയങ്കര ടേസ്റ്റിയാണ്. അതായത് മത്തങ്ങ വെച്ച് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പം ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ അവർ ഇതിലേക്ക് ഇനിഷ്യേറ്റീവ് കൂടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ആൾക്കാരോട് നിങ്ങൾ നാച്ചുറോപ്പതി ആവൂ, നിങ്ങൾ ഹെൽത്തി ആവൂ എന്ന് പറയുമ്പോൾ അവരുടെ തോട്ട് പോകുന്നത് എവിടെയാണ്? ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉപേക്ഷിക്കണം, രുചിയുള്ള എല്ലാ സാധനങ്ങളും ഇനി കഴിക്കാൻ പറ്റത്തില്ല, വായിക്ക് കൊള്ളാത്ത എന്തൊക്കെയോ പച്ചക്കറി കൂട്ടിയിട്ട് വേവിച്ച് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും അതിനകത്തിട്ട് നമ്മൾ ഈ പശുവിന് കാടിവെള്ളം കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോഴും ഇതിനെ ആൾക്കാർ വെറുക്കുന്നത്. പച്ചക്കറി തീരെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കറിയാം. പച്ചക്കറി, വെജിറ്റബിൾ, ചോറും മീൻകറിയും മീൻ വറുത്തതും മാത്രം വെച്ച് കഴിക്കുന്ന ആൾക്കാർ, പച്ചക്കറിയുടെ ഒരു തോരൻ ഉണ്ടേ പോലും എടുത്ത് കഴിക്കാത്ത ആൾക്കാർ എനിക്കറിയാം. അവർ വല്ലപ്പോഴും ആയിരിക്കും ബാത്റൂമിലും പോകുന്നത്. എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചോദിക്കുമ്പോൾ അവരോട് മനസ്സിലാവും. കാരണം വെച്ചാൽ അവർ പറയാനും സാധ്യതയില്ല അങ്ങനെ ഉള്ളത്. കാരണം ഫൈബർ ഇല്ലല്ലോ. ഈ ബാലൻസ് എന്തിനാണ് നിങ്ങളുടെ മോഷൻ ക്ലിയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ പ്രശ്നം അതാണ്. അവരൊന്നും പുറത്ത് പറയണമെന്നില്ല. അത് ഞാൻ പറയട്ടെ, ഈ പച്ചക്കറി കഴിക്കില്ല അതിലൂടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം അറിയുന്നത് ഇതിനെ ടേസ്റ്റി ആയിട്ട് ആരും കൊടുക്കുന്നില്ല പലപ്പോഴും. അതെ, ഇപ്പം നിങ്ങൾ പുറത്ത് പോകുന്ന ആളാണ്, പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു ചിക്കൻ സ്റ്റേക്ക് ഓർഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബീഫ് സ്റ്റേക്ക് ഓർഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫിഷ് എന്തെങ്കിലും ഒരു സാധനം, സാൽമണോ ഫില്ലേ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്തു. ഇത് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിന് ഇത് വരുന്നത് എങ്ങനെയാണ്? ഒരു വട്ടത്തിലുള്ളൊരു പ്ലേറ്റ്, അതിനകത്തൊരു കഷ്ണം ചിക്കൻ, പിന്നെ കുറച്ച് സോൾട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടാവും, പിന്നെ കാർബോഹൈഡ്രേറ്റിന് വേണ്ടി ഇച്ചിരി മാഷ് പൊട്ടാറ്റോയോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസോ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബൗളിൽ റൈസ് ഉണ്ടാവും, ചെറിയൊരു കുച്ചിരിയുള്ള ബൗളിൽ റൈസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ബാലൻസ് സാധനമാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? കുറച്ച് മഷ്റൂം, പിന്നെ ഹാഷ് ബ്രൗൺ, ചിക്കൻ സോസേജ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ കോൾഡ് മീറ്റ്സ് ഉണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ പച്ചക്കറിയും സാധനങ്ങളും എല്ലാം കൂടെ ചേർത്തുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ തായ്ലൻഡിൽ പോവുക, മലേഷ്യയിൽ പോവുക, സിംഗപ്പൂർ പോവുക, ചൈനയിൽ പോവുക, എന്ത് ഫുഡ് വാങ്ങിച്ചാലും അതിനകത്ത് ഹാഫ് മീറ്റും ഹാഫ് ഫൈബറും പച്ചക്കറിയും ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മളൊക്കെ പോയി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർ ഈ മീറ്റ് മാത്രം കഴിക്കും, പച്ചക്കറികളെ മാറ്റി വയ്ക്കും. അങ്ങനെ ആൾക്കാരും ഉണ്ട്. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും ഇല്ല. നമ്മൾ രാവിലെ കഴിക്കുന്ന സാധനങ്ങൾ എന്താ? ഇഡ്ഡലി സാമ്പാർ ചട്നി, ദോശ സാമ്പാർ ചട്നി, പൊറോട്ട ആണെങ്കിൽ പൊറോട്ടയും ബീഫും, അല്ലെ പൊറോട്ടയും മുട്ടക്കറിയും. നമുക്ക് ഇതിനകത്തൊന്നും വേറൊരു സാധനം വരുന്നില്ല. നമ്മുടെ ഫുഡിനകത്ത് ആ ഒരു സാധനം വരുന്നില്ല. ആകെ കുറച്ച് നമുക്ക് വെജിറ്റബിൾസ് വരുന്നത് നമ്മുടെ സദ്യയിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിൻ്റെ കൂട്ടത്തിലുള്ള
കറികളിൽ മാത്രമാണ് അല്ലേ? അതാണ് വരുന്നില്ല. അതാണ് പ്രശ്നം സുധീർ. അതാണ് നമ്മൾ ഏറ്റവും ഇപ്പം ഞാൻ പറയുന്നത് 3-ൽ-1 2018 കണക്ക് വെച്ചിട്ട് 3-ൽ-1 കേരളത്തിൽ ഡയബറ്റിക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് സുഹിത്താൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾക്കൊന്നിലും ബാലൻസ്ഡ് ഇല്ല. അതിനെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മളുടെ ജീവിതം തീരുമാനിക്കുന്നത്. ഇപ്പം എന്തെടുത്താലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെടുത്താലും, ഇപ്പോൾ പുട്ടെടുത്താലും ഇഡലി എടുത്താലും ഇടിയപ്പം എടുത്താലും അപ്പം എടുത്താലും ഉപ്മാവ് എടുത്താലും ചപ്പാത്തി എടുത്താലും പൂരി എടുത്താലും ദോശ എടുത്താലും എന്തെടുത്താലും നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ. അതിനെ ബാലൻസ് ചെയ്യാൻ വേറെ സാധനമില്ല. സോ ആ ബാലൻസിങ് ആണ് ഇതുപോലത്തെ കഫേകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫുഡ് കോർട്ടുകൾ വരുമ്പോഴോ ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത്. അതിന് വലിയ സാധ്യതയുണ്ടെന്നേ. ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ടേസ്റ്റി ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ബേസിക്കലി കൺസേൺ. ഈ വെജിറ്റബിൾസ്, ഈ പറയുന്ന സാലഡ്സ്, ഇത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുമ്പോഴാണ് 100% ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. വെറുതെ പച്ചക്കറി കൊടുത്താൽ ഒരുപക്ഷെ നമ്മളും കഴിക്കണം എന്നില്ല. പക്ഷെ പച്ചക്കറീനെ ഒരു പിസ രൂപത്തിൽ കുറച്ച് ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. അതൊരു എക്സ്പീരിയൻസ് ഇറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ചിലപ്പോൾ രാവിലെ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും മുട്ട കഴിക്കുമ്പോൾ 2 പുഴുങ്ങിയ മുട്ട കഴിക്കാൻ ചിലപ്പോൾ മടുക്കും. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും മടുക്കും. അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന സാധനം ചിലപ്പോൾ മടുത്തു പോകും. അന്നേരം ഇപ്പോൾ ശ്വേത എനിക്ക് പല രീതിയിൽ ഉണ്ടാക്കി തരും. ചിലപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ 3ആയിട്ട് കട്ട് ചെയ്ത് ഒരു ഇച്ചിരി സവാളയും തക്കാളിയും കൂടി ഇട്ട് വഴറ്റി വെറുതെ ഒരു ശകലം മഞ്ഞൾ പൊടിയോ എന്തെങ്കിലും പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ മേളിലിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി സെറ്റാക്കി തരും. അപ്പോൾ ഇത് വേറെ ടേസ്റ്റായി. കറക്റ്റ്. ഇപ്പോൾ അതാ പറഞ്ഞേ, ഇപ്പം മുട്ടയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. അതിനെ ടേസ്റ്റി ആക്കി മാറ്റും. ഇപ്പോൾ അവക്കാഡോ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനം, പക്ഷെ ഭയങ്കര ഹെൽത്തി സാധനമാണ്. നേരെ മറിച്ച് മറ്റേ ഗ്ലൂക്കോമോൾ അങ്ങനെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഗ്ലൂക്കോമോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനമുണ്ട്. അത് ഈ അവക്കാഡോയും പിന്നെ തക്കാളിയും സവാളയും കൂടി ഇട്ടിട്ട് പിന്നെ അത് ഇച്ചിരി മുളക് പൊടിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മിക്സർ പോലത്തെ സാധനം ഉണ്ടാക്കും. US-ലൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു എന്താ പറയുക, ഒരു സൽസയുടെ ഒക്കെ വേറൊരു വേർഷൻ. അത് വെറുതെ കഴിക്കാം, സലാഡ് പോലെ വെറുതെ കഴിക്കാം, ചുമ്മാ കഴിക്കാനും ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ല അതാണെന്നേ, ഈ ഇതെന്താണെന്നറിയോ, ഈ ബീയിങ് ഹെൽത്തി എന്നുള്ള ആൾക്കാർക്ക് പേടിപ്പിക്കുന്ന ഒരു സാധനമായി മാറുന്നുണ്ട്. ഈ ഈറ്റിംഗ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിക്കണം, രുചിയുള്ളതെല്ലാം ഉപേക്ഷിക്കണം എന്നൊക്കെയാണ്. അത് തെറ്റാണ്. അത് മാറുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. ബീയിങ് ഹെൽത്തി, ഈറ്റിംഗ് ഹെൽത്തി, ബിക്കമിങ് ഹെൽത്തി എന്നുള്ള വേർഡുകളോ അല്ലെങ്കിൽ ക്യാമ്പയിനുകളോ ഒക്കെ നടക്കുമ്പോൾ രുചിയുള്ള ഭക്ഷണം ആരോഗ്യത്തോടു കൂടി കൃത്യമായ ബാലൻസിൽ കഴിക്കുക എന്നുള്ളതാണ് ഈറ്റിംഗ് ഹെൽത്തി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എരിവുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുളിയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപ്പുണ്ട്, മുട്ടയുണ്ട്, ചിക്കനുണ്ട്, മീനുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടുള്ളതല്ല ഹെൽത്തി. നമ്മൾ ഈ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവിടുത്തെ ആളുകളുടെ രൂപങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യുവാക്കളിൽ ഫിറ്റ്നസ് ശ്രദ്ധയോടുകൂടി ബോഡിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളത് ചൈനയിലാണ്. ചൈനയിൽ നമുക്കറിയാം, ഒരു കാലത്ത് ചൈനീസ് ആൾക്കാർ ഭയങ്കര ഒബീസായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ യൂത്ത് എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും ജിമ്മിലൊക്കെ പോയാണെങ്കിലും ഫുഡൊക്കെ കൺട്രോൾ ചെയ്താണെങ്കിലും അവർ വെൽ ബിൽട്ടായിട്ട് നടക്കാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചൈനയിൽ. അതേപോലെ തന്നെ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ജപ്പാൻ മോശമില്ലാത്ത രീതിയിൽ ആൾക്കാർ യൂത്ത് കുറച്ചുകൂടെ ബെറ്ററാണ്. യൂറോപ്പിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ന്യൂ ജനറേഷൻ ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ആൾക്കാർ, ഒരു മിക്സഡ് ആണ്. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ മാത്രമേ ആ ഒരു ഇതിലേക്ക് പോയിട്ടുള്ളൂ. ചില ആൾക്കാർ ഇപ്പോഴും ആ ഒരു ഹെൽത്ത് എന്ന് പറയുമ്പം ബോഡിയുടെ ലുക്കിലും കൂടെ വലിയൊരു പ്രാധാന്യമുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഇന്നത്തെ ആ ഒരു യൂത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു ഫുഡ് ഹാബിറ്റ് ആണെങ്കിലും ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ആണെങ്കിലും ഇതിനകത്ത് what do you think? ഇതിനകത്തൊരു വലിയ ട്രാൻസിഷൻ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കമ്പയർ ചെയ്യുമ്പോൾ മുമ്പത്തെ കാലത്തേക്കാളും കുറച്ചുകൂടി ആൾക്കാർ യൂത്ത് ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇപ്പോൾ അതിനകത്തൊരു വിത്ത് ഫിഗേഴ്സ് അല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എല്ലാം അവർ അനുഭവിച്ചു തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ആളുകൾക്കുള്ളത് 40 വയസ്സ് കഴിയുമ്പോൾ വരുന്ന പല പ്രശ്നങ്ങളും അവർക്ക് 20 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് അനുഭവിച്ചു തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവരത് അവരുടെ ഡെയിലി ലൈഫിൽ ദേ ആർ ഫേസിങ് ദ പ്രോബ്ലംസ് എന്നുള്ളത്. പക്ഷേ വലിയൊരു ചേഞ്ച് ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പം ന്യൂ ഇയർ ആണ്, ന്യൂ ഇയറിന്
ജിമ്മുകളൊക്കെ ഫുള്ളായിരിക്കും. ഒരു വർഷത്തേക്കുള്ള ജിമ്മിൻ്റെ എല്ലാ ബിസിനസ്സും നടക്കുന്നത് ഈ ജനുവരി മാസത്തിലാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ജിം ഓണേഴ്സിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാലം ന്യൂ ഇയർ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആൾക്കാർക്ക് ഞാനെപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ സമയത്ത് ഞാൻ ആളുകളോട് പറയുന്നത് എനിക്ക് പോസിറ്റീവാണ്. കാരണം ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇത്രയും പേര് ജിമ്മിൽ പോകുന്നുണ്ട് എന്നുള്ളതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും പേർക്ക് ബേസിക് ആയിട്ടൊരു ബോധ്യമെങ്കിലും ഉണ്ട് ജിമ്മിൽ പോകണം എന്നുള്ളത്, ജിമ്മിൽ പോകുന്നത് നല്ലതാണ് എന്നുള്ളത്. ആ ഒരു ബേസിക് ബോധമെങ്കിലും ഉള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ വളർന്നു വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഹാപ്പിയും കോൺഫിഡൻറ്റും ഒക്കെയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ട്രാൻസ്ഫോർമേഷൻ ടൈമിലാണ് നമ്മൾ ഇന്ത്യയിലും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പ്രത്യേകിച്ച് കേരളത്തിലും കണ്ടുവരുന്നുണ്ട്. കാരണം എന്നെ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ചോദിക്കുന്നതും, കാരണം ഒരു ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ റെസ്പോണ്ട് ചെയ്യേണ്ടതെങ്കിൽ അത് വരേണ്ടത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലാണ് വരേണ്ടത്. ഇൻസ്റ്റഗ്രാമിൽ കുറേയധികം എൻക്വയറി വരുന്നതിനർത്ഥം നമ്മളുടെ യൂത്തും ഇതിനെപ്പറ്റി കൺസേൺഡ് ആണ് എന്നുള്ളതാണ്. കാരണം നമ്മളുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളുടെ വ്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പം നമുക്ക് 25 to 35 ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മളെ ഭയങ്കരമായി ആളുകൾ ഹെൽത്തിനെ പറ്റി കൺസേൺ ആവുന്നുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ യൂത്തും ഒരു മാറ്റത്തിൻ്റെ ദിശയിലാണ് എന്ന് തന്നെയാണ് ഞാൻ ഇന്ത്യയിലും വിശ്വസിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ കൊച്ചുകുട്ടികൾ ഇപ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പൊതുവെ ഈ മധുരത്തിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ ആര് വന്നാലും കുട്ടികൾക്ക് ഒരു മിഠായി കൊണ്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഐസ്ക്രീം കൊണ്ട് കൊടുക്കും. അതാണ് ബേസിക്കലി നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ അന്നേരം ഞാൻ പറയടാ ഇത് ഇത്രയും മധുരം കഴിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കിനും അമ്മയോ അല്ലെങ്കിൽ ശ്വേതായാലും പറയും, ആരായാലും പറയും അവൻ കുഞ്ഞല്ലേ അവൻ കഴിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ശ്വേതയോട് പറയും, ശ്വേത നീ അവൻ ഇത്രയും ചോറ് കൊടുക്കല്ലേ, ശ്വേത ചോറ് എടുത്തിട്ട് കറിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞു ഇത്രയും ചോറ് അവൻ്റെ കൊടുക്കല്ലേ, നീ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ചിലപ്പിക്കും പോ മനുഷ്യ അവിടെ നിന്ന്, അവൻ കുഞ്ഞല്ലേ. ശരിക്കും ആ ഒരു സിസ്റ്റം മാറണ്ടേ? 100% ഇല്ലേ? 100%. അത് നമുക്കൊക്കെ മാറണം ചേട്ടാ. ഇതിനകത്തൊക്കെ പ്രശ്നം എന്താ അറിയോ? പണ്ട് നമ്മളുടെയൊക്കെ കൊച്ചിലെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബേബി ഫുഡ് എന്താണ്? കൂവപ്പൊടിയാണ് അല്ലെങ്കിൽ ഏത്തക്കാപ്പൊടിയാണ് അല്ലേ? ഇന്നത്തെ ബേബി ഫുഡ് ഇറ്റ്സ് സെൽഫ് ഷുഗർ. നമ്മൾ അവിടെ തൊട്ട് തുടങ്ങണം. അതായത് മുലപ്പാൽ കുടിക്കുമ്പോൾ തൊട്ട് നമ്മൾ കൊടുക്കുന്ന സാധനം ഷുഗറാണ്. അവിടം തൊട്ട് നമ്മളുടെ കുട്ടിയുടെ ആരോഗ്യത്തെ നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് വരുന്നത്. 100% മാറേണ്ട കാര്യമാണ്. ഇതിനകത്ത് ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഫിഷ് വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ മോനെ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവന് ഫിഷിൻ്റെ ഫ്രൈ എടുത്ത് കൊടുക്കും. അപ്പോൾ അവൻ ആ ഫിഷ് ഫ്രൈ മാത്രം ഇരുന്ന് കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ചോറ് മുളമ്പിയിട്ടുണ്ടാവും. ഇവൻ ചിലപ്പോൾ ചോറ് കഴിക്കത്തില്ല. അന്നേരം ഇവിടെ അമ്മ നടന്ന് പാടുണ്ടാകും, അതെന്താ നീ ചോറ് കഴിക്കാത്തേ, നിനക്ക് ചോറ് കഴിച്ചുകൂടെ, ചോറ് കഴിക്കട്ടെ, ചോറ് കഴിക്കുന്നു. ചോറ് എന്തിനാ കഴിക്കുന്നത്? ഫിഷ് കഴിച്ചാൽ അവന് വയറ് നിറയുന്നില്ലേ? പക്ഷെ നമ്മുടെ കൺസെപ്റ്റാണ് ചോറ് കഴിച്ചാൽ മാത്രമേ വയറ് നിറയുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ്. അതല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഈ ഗ്ലൂക്കോസിന് വേണ്ടി രാവിലെ ഏത്തപ്പഴവും കുറച്ച് കടലയും അങ്ങനെയുള്ള കുറച്ച് ഡയറ്റ് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഈ പ്രശ്നമുണ്ട്. കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ ദോശയൊന്നും കഴിക്കുന്നില്ലേ എന്നുള്ളതാണ്. ദോശ കഴിക്കേണ്ട, ദോശയ്ക്ക് പകരം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ നമ്മളുടെ വികാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിനപ്പുറം അത് വിചാരത്തിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ചോറ് എപ്പോഴും കൂടുതലായി കഴിച്ചാൽ മാത്രമാണ് ആരോഗ്യം. അത് തന്നെയല്ലേ, നമുക്ക് വേറെ പ്രശ്നമില്ലേ? നല്ല ബോഡി ഷേപ്പിലുള്ളൊരു കുട്ടിയെ കാണുമ്പോൾ അവനെന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. നമ്മളുടെ കുട്ടികൾ ഭയങ്കര ചബ്ബിയായിരിക്കണം, നമ്മളുടെ കുട്ടികൾ ഭയങ്കരമായി, അതായത് ഒരു ഓവർ വെയിറ്റ്, ഇങ്ങനെ ഉരുണ്ടുരുണ്ട്. നമുക്ക് ഇതൊക്കെ നമ്മളുടെ പ്രശ്നമാണ്. ഇത് നമ്മളുടെ കേരളത്തിലെ നമ്മളുടെ മൈൻഡിൻ്റെ ഇതാണ്. അതുകൊണ്ട് ഹെൽത്തി ആവുക എന്നുള്ളതാണ്. അവർ ഓവറായിട്ട് ഫുഡ് കഴിക്കുക, ഓവറായിട്ട് ചോറ് കഴിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം വളരെ കൊച്ചിലെ തൊട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഓവറായിട്ട് പഞ്ചസാര അല്ലെങ്കിൽ മിഠായി കൊടുക്കുന്നതിന് പകരം അവർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുക. ക്രേവിങ്സ് ഉണ്ടാകും കുട്ടികൾക്ക്. അപ്പോൾ നമുക്കൊരു ഡേറ്റ്സ് കൊടുക്കാൻ പറ്റിയാൽ, അങ്ങനെ കൊച്ചിലെ മുതൽ അതിനൊരു ശീലമാക്കി മാറ്റാൻ പറ്റിയാൽ മാജിക്കൽ റിസൾട്ട് കാണാൻ പറ്റും. ഈ ഗർഭിണിയായിരിക്കെ ഈ സ്ത്രീകൾ കഴിക്കുന്ന ഭക്ഷണം അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുമോ? 100%. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് എന്നറിയോ, ഈ നമ്മൾ 1ാം ക്ലാസ് ആകുമ്പോഴേ നമ്മളുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും മുടക്കിയിട്ട് നമ്മളുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ സ്കൂളിൽ കൊണ്ട് ചേർക്കുമല്ലോ നമ്മളുടെ കുട്ടികളെ. അത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പരിധി വരെ, മുഴുവനല്ല, ഒരു പരിധി വരെ കതിരിൽ കൊണ്ട് വളം വെക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഏറ്റവും നല്ല സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നത്. കാരണം ഒരു കുട്ടിയുടെ പ്രിപ്പറേഷൻ, ഒരു കുട്ടിയുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി അവരുടെ ഫിറ്റ്നസ് തുടങ്ങുന്നത്
യഥാർത്ഥത്തിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് മുതലാണ്. അതാണ് സയൻസ് പറയുന്നത്. സെക്ഷൽ ഇൻ്റർകോഴ്സ് മുതലാണ്. അതിനുശേഷം പ്രഗ്നൻറ്റ് ടൈം, ഗർഭകാലമാണ് ആ കുട്ടിയുടെ ഹെൽത്തിനെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത് ഫിസിക്കൽ മാത്രമല്ല, മെൻ്റൽ ഹെൽത്ത്. ആ പ്രസവകാലത്ത് സ്ട്രെസ്സിലൂടെയും പ്രോബ്ലംസിലൂടെയും കടന്നുപോയി വരുന്ന ഒരു അമ്മയുടെ കുട്ടി തീർച്ചയായിട്ടും കുറച്ചധികം പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അവൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റായൊരു ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ട്രെൻഡാണ് ഈ ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്നുള്ളത്. എനിക്കിത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്തതല്ല എന്നുള്ള ഒരു വാക്ക്. അത് ഞാനിപ്പം സെലിബ്രിറ്റീസ് വരെ അത് ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രഗ്നൻ്റ് ആയിട്ട് വന്ന് ഇരിക്കുമ്പോൾ അവർ പറയുകയാണ് ഇത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ആ കുട്ടിക്കുണ്ടാക്കുന്ന മെൻ്റൽ ഹെൽത്ത് വളരെ വീക്കാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. കാരണം ഞാൻ വേണ്ടാത്തതായിരുന്നോ എന്നൊരു ചോദ്യമാണല്ലോ, അത് വലിയൊരു ചോദ്യമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും പിന്നീട് വരുമ്പോൾ വളരെ ദോഷമായിട്ട് ബാധിക്കും. സോ പ്രഗ്നൻ്റ് ടൈമിൽ നിങ്ങൾ കൊടുക്കുന്ന മാനസികമായ സ്ട്രെസ്സുകൾ, റോങ് ഫുഡ് ഹാബിറ്റ്സ്, റോങ് ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ആ കുട്ടിയിൽ 100% റിഫ്ലക്റ്റ് ചെയ്യും. സോ ഒരു കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ കൺസെപ്റ്റിൽ പ്രഗ്നൻസി ടൈം മുതൽ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഈ ആത്മ നിങ്ങൾക്ക് ഈ OP IP ട്രീറ്റ്മെൻറ്റ്സ് മാത്രമാണോ ഉള്ളത്, അതോ എന്തെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണോ? ആത്മയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഏതാണ്ട് 25 ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ആത്മയ്ക്കുണ്ട്. കാരണം OPയും IPയും എല്ലാം ഇപ്പോൾ കേരളത്തിൽ, പിന്നെ ഒരു ബ്രാഞ്ച് ദുബായിൽ മാത്രമാണല്ലോ ഉള്ളത്. കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ കണക്റ്റഡ് ആവണം എന്നുള്ളൊരു ഇതിൽ നമ്മൾ ആത്മയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രത്യേകിച്ച് അത് നമുക്ക് ഡോക്ടറെ കൺസൾട്ടേഷനും അതിനോടൊപ്പം നമ്മളുടെ ഡയറ്റ് ചാർട്ടും ലൈവായിട്ടുള്ള വെബ്സൈറ്റ് വഴിയാണോ? വെബ്സൈറ്റ് വഴിയല്ല, നമുക്ക് അതിനുള്ളൊരു പോർട്ടലുണ്ട്, വാട്സാപ്പ് പോർട്ടലുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഡോക്ടേഴ്സ് കോൺടാക്ട് ചെയ്ത് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി. അതൊരു വാട്സാപ്പ് API പോലുള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് സംഭവിക്കുന്ന ഒരു സാധനമാണ്. അത് സ്വാഭാവികമായിട്ട് അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയും അവർക്ക് ഫോളോ അപ്പ് ചെയ്യുകയും ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ കൂടി വളരെ എഫക്റ്റീവായിട്ട് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. 25 ഡോക്ടേഴ്സ് മെയിൻലി ഈ പറഞ്ഞ പോലെ ഓവർ വെയ്റ്റ്, ഫാറ്റി ലിവർ എന്നുള്ള കാര്യങ്ങളിൽ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഉള്ളവർ ഏറ്റവും കൂടുതൽ നമ്മളെ ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഓൺലൈനിൽ കൂടിയാണ്. മനസ്സിലായി. പൊതുവെ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ്, പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. ശരിയാണോ? എന്താണ് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ്? എക്സ്പെൻസീവ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വളരെ ചീപ്പായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ കോസ്റ്റ്ലി, വളരെ ചീപ്പായിട്ട് നടക്കുന്ന ഇപ്പോൾ തലവേദനയ്ക്കൊരു 300 രൂപയുടെ മരുന്ന് കഴിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആണ്. അല്ലാതെ നമ്മളിപ്പോൾ ആത്മയിൽ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് എല്ലാ പ്രൈസ് റേഞ്ചിലും നമ്മളോട് വെൽനസ് ഒരു ആർഭാടമായി കാണുന്ന ആൾക്കാരുണ്ട്. അല്ല, വെൽനസ് ഒരു അവിഭാജ്യ ഘടകമാണ്, ആർഭാടമല്ല. ചില കാര്യങ്ങൾ അവിഭാജ്യ ഘടകമാകുമ്പോൾ നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകവും അത്യാവശ്യമാണ്. അതുകൊണ്ട് അതൊരു ആർഭാടത്തിൻ്റെ ഭാഗമല്ല. അത് ഇതിനൊരു കോസ്റ്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മളുടെ IPയിലൊക്കെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പെർ ഡേ നമ്മളൊരു കോസ്റ്റ് ഡിസൈഡ് ചെയ്യാണ്. ഒരു 5,000 മുതൽ 25,000 വരെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള ഹോസ്പിറ്റൽസ് ആണ് നമുക്കുള്ളത് പെർ ഡേ. പക്ഷേ ഞാൻ ബേസിക്കലി വിശ്വസിക്കുന്നതെന്ന് അറിയോ, ഇപ്പം റൂമിനൊരു കോസ്റ്റ്, അത് കഴിഞ്ഞ് വരുന്ന ട്രീറ്റ്മെൻറ്റിനൊരു കോസ്റ്റ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആത്മയിലില്ല. കാരണം അങ്ങനെ കൺസെപ്റ്റ് വരുമ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് പലരും സെയിൽസ്മാനായി മാറേണ്ടി വരും. നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. ആത്മയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മുഴുവൻ ട്രീറ്റ്മെൻറ്റുകൾക്കും ഭക്ഷണത്തിനും താമസത്തിനും എല്ലാത്തിനും കൂടിയുള്ള പാക്കേജുകളാണ്. അത് പെർ ഡേ 5,000 മുതലുള്ള റൂംസ് നമ്മുടെ അവിടെ അവൈലബിൾ ആണ്. അതിന് ലക്ഷറി പ്രോപ്പർട്ടി പെർ ഡേ 25,000 വരെയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അത് ഏത് റേഞ്ചിലുള്ളവർക്കും അവിടെ വന്ന് താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. എന്താണ് നിങ്ങളുടെ ആത്മയുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ആത്മ ഇൻ നെക്സ്റ്റ് 5 years? ആത്മയുടെ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ടല്ല, ആത്മയുടെ നെക്സ്റ്റ് 5 years നമുക്ക് കുറച്ച് അപ്കമിങ് നല്ല പ്രൊജക്ട്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2026 ജനുവരിയോടുകൂടി തന്നെ നമ്മുടെ 2 ലക്ഷറി പ്രൊജക്ട്സ്, ഒന്ന് നമ്മുടെ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലുമൂട്ടിൽ മേട എന്ന് പറഞ്ഞൊരു 150 വർഷം പഴക്കമുള്ളൊരു ഒരു പഴയ കൊട്ടാരമാണ്. ആ കൊട്ടാരം ഒരു 5 സ്റ്റാർ റേഞ്ചിലുള്ള ഒരു പ്രോപ്പർട്ടിയാക്കി നമ്മൾ മാറ്റി അത് നമ്മൾ
ജനുവരിയിൽ ഓപ്പൺ ആക്കുകയാണ്. അതുകൂടാതെ ഈ പറഞ്ഞ ആലപ്പുഴ കൊച്ചിയുടെ ബോർഡറിൽ പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു ഐലൻഡ്, ഇൻഡിപെൻഡൻ്റ് ഐലൻഡ് നമ്മളുടെ വെൽനസ്സിന് വേണ്ടി ഉള്ളൊരു റിട്രീറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ 2026 അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. ആ 2 പ്രൊജക്ട്സ് നമ്മൾ ഓൺ ചെയ്താണ് തുടങ്ങുന്നത്. അതുകൂടാതെ കുറച്ചധികം IP പ്രൊജക്ട്സുകൾ പൈപ്പ് ലൈനിലുണ്ട്. പിന്നെ ദുബായിൽ നമ്മളുടെ ഒരു ഓഫീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു മെഡിക്കൽ ടൂറിസത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുള്ളൊരു 5 വർഷമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ OPകളിലെ കോർ ഫോക്കസ് നമ്മളുടെ വെയിറ്റ് ലോസ് പാക്കേജാണ്. ഈ 30 days ചലഞ്ച് ഉണ്ടല്ലോ, ഈ 30 days ചലഞ്ചിലേക്ക് നമ്മൾ ഈ വരുന്ന ഒരു 6 മാസം കൊണ്ട്, മീൻസ് 2026 ജാൻ മുതൽ മെയ് വരെയുള്ള ജൂൺ വരെയുള്ള നമ്മളുടെ 6 മാസം കൊണ്ട് നമ്മൾ കേരളത്തിലെ 2000 പേരെ അതിൽ ജോയിൻ ചെയ്യിക്കും എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ് ടു ആത്മ. ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് പരിപാടികളും പിന്നെ നല്ലൊരു ബാലൻസ്ഡ് ഹെൽത്തി ലൈഫ്, അതേപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഒക്കെ വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അഭിജിത്തിൻ്റെ ആത്മയ്ക്കും നല്ലൊരു വഴികാട്ടിയായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് എന്താ പറയുക ആശംസിക്കുന്നു. താങ്ക് യു. എന്തായാലും താങ്ക്സ് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. ആദ്യമായിട്ടാണ് ഒരു നാച്ചുറോപ്പതി ഡോക്ടറുമായിട്ട് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഇനിയും നമുക്ക് കാണാം. തീർച്ചയായും ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇരിക്കണം. എപ്പോഴെങ്കിലും ഇതേപോലെ സുഹിത്തേട്ടൻ അങ്ങോട്ടും വരും, ആത്മയിലേക്കും. തീർച്ചയായും ഞാനും വരുന്നുണ്ട്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു. താങ്ക് യു.